ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. KRLCBC എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ പ്രസംഗ പരിശീലനത്തിന്റെ രണ്ടാമത്തെ ബാച്ചിന്റെ 5ാമത്തെ സെഷൻ ശ്രവിക്കുവാൻ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ സ്വാഗതം. പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ കൂപ്പുകൈകളുമായി നിൽക്കാം. അതിനായി നെയ്യാറ്റിൻകര രൂപതയിലെ ശ്രീമതി ശ്രീലേഖയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവരൂപേ സ്നേഹജ്വാലയാ സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തി നയിക്കണേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമാ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമാ. നന്ദി ശ്രീമതി ശ്രീലേഖ. സ്നേഹസ്വരൂപനായ ദൈവമേ, KRLCBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസംഗ പരിശീലന കളരിയെ അനുഗ്രഹിക്കണമേ. ലത്തീൻ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛനെയും കമ്മീഷന്റെ മറ്റു നേതാക്കളെയും ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്ദി ശ്രീലേഖ. KRLCBC എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ ഈ സംരംഭത്തിനായി ചുക്കാൻ പിടിക്കുന്ന ആദരണീയരായവർക്കും ഒപ്പം കൈകോർത്ത് പിടിച്ചിരിക്കുന്നവർക്കും ആനിമേറ്റേഴ്സിനും ഏറെ തീക്ഷ്ണതയോടെ പഠനക്കളരിയിൽ എത്തിയിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ആലപ്പുഴ രൂപതയിലെ ശ്രീ ടോബി ഫെർണാണ്ടസിനെ സവിനയം ക്ഷണിക്കുന്നു. താങ്ക് യു. പുത്രനായ ക്രിസ്തു വഴി പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. KRLCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ അവതരിപ്പിക്കുന്ന പ്രസംഗ നേതൃത്വ പരിശീലന പരിപാടിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും വളരെ നന്നായി ചെയ്യുന്ന സ്നേഹ ബഹുമാനപ്പെട്ട എല്ലാ സംഘാടകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ഏതൊരു സമൂഹത്തിന്റെയും അവിഭാജ്യമായ ഒരു ഘടകമാണ് നേതൃത്വം. അതിന് നല്ലൊരു നേതാവിനെ ആവശ്യമാണ്. ശരിയായ രീതിയിൽ പരിശീലനങ്ങൾ നടത്തുവാൻ കഴിവുള്ളവർ ആയിരിക്കണം ഒരു നല്ല നേതാവ്. അങ്ങനെ സമൂഹത്തിനും സഭയ്ക്കും പ്രഗത്ഭരായ ലീഡേഴ്സിനെ വാർത്തെടുക്കാനായി തുടങ്ങിയ KRLCBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള ഈ പരിശീലന പരിപാടി വളരെ ഏറെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായി പൂർണ്ണ പിന്തുണ നൽകുന്ന KRLCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ ചെയർമാൻ കൊച്ചി രൂപത മെത്രാൻ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി കട്ടിപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി സ്നേഹ ബഹുമാനപ്പെട്ട ഫാദർ അഭിലാഷ് ഗ്രിഗറി, ഈ അവസരത്തിൽ ഇവർക്ക് വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. സഭാകമ്പമില്ലാതെ പ്രസംഗിക്കാനുള്ള വഴികൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് ക്ലാസ് എടുക്കുന്നത് സ്നേഹ ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛനാണ്.
അച്ഛൻ മുൻപ് നമുക്കെടുത്ത ക്ലാസ്സുകളും വളരെ പ്രയോജനകരമായിരുന്നു. വളരെയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഈ പ്രോഗ്രാമിൽ പങ്കുചേർന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും പിന്തുണയും നൽകുന്ന ബഹുമാന്യനായ ഫാദർ ഗ്രിഗറി ആർവിയെ ദൈവസ്നേഹത്തിൽ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും സമുദായത്തിനും ഗുണകരമായ വിധം പ്രവർത്തിക്കുന്ന മികച്ച ലീഡേഴ്സ് ആകുവാൻ സഹായമാകുന്ന വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്ന ഇതിലെ ഓരോ പ്രഗത്ഭരായ സംഘാടകരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് കമ്മീഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജെയ്സൺ സാർ, പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ് ട്രെയിനിങ് അക്കാദമി ഡയറക്ടർ ജൂലിയൻ സാർ എന്നിവർ ഗ്രൂപ്പിൽ ഡെയിലി ഇടുന്ന മെസ്സേജുകൾ, ചോദ്യങ്ങൾ എന്നിവ ഞങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ ജൂലിയൻ സാർ നൽകുന്ന മോർണിംഗ് ടിപ്സ് കൂടുതൽ പ്രചോദനം. ഈ പ്രോഗ്രാമിലെ എല്ലാ സംഘാടകരെയും വളരെ സ്നേഹത്തോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പരിപാടിയിൽ MC ആയി പ്രവർത്തിക്കുന്ന ശ്രീമതി രാജിക്കുട്ടി, ഓപ്പണിംഗ് പ്രയർ ചൊല്ലിയ ശ്രീമതി പാതുവ ആയിരുന്നു. മാമിന് അസുഖം മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് പ്രയർ ചൊല്ലിയ മാമിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ശ്രീലേഖ മാമിനെയും അതുപോലെ തന്നെ ക്ലോസിംഗ് പ്രയർ ചൊല്ലുന്ന ശ്രീമതി മറിയമ്മ, കൺക്ലൂഡിംഗ് സ്പീച്ച് ചെയ്യുന്ന ശ്രീ സിബിച്ചൻ സാർ, വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ശ്രീമതി മേരി ജോസ്ന എന്നിവരെയും വളരെ സ്നേഹത്തോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ നേതൃത്വം നൽകുന്ന 9-10 ഗ്രൂപ്പിലെ എല്ലാ കോർഡിനേറ്റേഴ്സിനെയും മെമ്പേഴ്സിനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബാക്കി എല്ലാ 16 ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും ഇന്നത്തെ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീമതി ടോബി ഫെർണാണ്ടസ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന വചനവാക്യം മനസ്സിൽ ധ്യാനിച്ചും നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യാൻ ധൈര്യമുണ്ടോ, സഭാകമ്പമുണ്ടോ? ഇതിനൊക്കെ ഉത്തരവുമായി ഗ്രിഗറി ആർവി അച്ഛൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടെ അച്ഛനെ സാദരം ക്ഷണിക്കും. പ്രിയമുള്ളവരെ, വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മൾ ഭയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പ്രസംഗിക്കാനോ ക്ലാസ് എടുക്കാനോ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമ്മുടെ മുമ്പിൽ നാമുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ അനുസരിച്ചാണ് നമ്മുടെ ചങ്കിടിപ്പ് വർദ്ധിക്കുന്നത്, വിറയലുണ്ടാകുന്നത്, തൊണ്ടയിൽ ഇടർച്ച ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് നാം പ്രസംഗിക്കാൻ വേണ്ടി വേദിയിലേക്ക് കയറുമ്പോഴായിരിക്കും നമ്മൾ പഠിപ്പിച്ച അധ്യാപകർ, ഇടവകയിലെ വികാരി അച്ഛൻ, അല്ലെങ്കിൽ നാട്ടിലെ തന്നെ പ്രഗത്ഭരായ ആളുകൾ, നമ്മേക്കാൾ വളരെ അധികം സമൂഹത്തിൽ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തരായ വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൊച്ചാണെന്നുള്ളൊരു തോന്നലുണ്ടാകുകയും അതിന്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ നിൽക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നൊക്കെയുള്ള വ്യത്യസ്തമായ ചിന്തകളും ഒപ്പം തന്നെ വൈകാരികമായ ഭാവങ്ങളൊക്കെ നമ്മൾ ഉടലെടുക്കുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് പ്രസംഗിക്കുവാൻ ചിലപ്പോൾ വാക്കുകൾ കിട്ടിയെന്ന് വരത്തില്ല, നമ്മൾ ഒരുങ്ങി വന്നത് മറന്നുപോയി എന്ന് വരാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും 2 വഴികളാണ്. ഒന്നുകിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ നേരിട്ട് അതിജീവിക്കുക, അതല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓടി മറയുക. ഇപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അതിജീവനത്തിന്റെ മാർഗമാണ്. നാം ഫൈറ്റ് ആവുകയാണെങ്കിൽ, ഓടിപ്പോവുകയാണെങ്കിൽ അത് മരണത്തിലേക്കുള്ള വീഴ്ചയായിരിക്കും. പിന്നെ ഒരിക്കലും നമ്മൾ അതിജീവിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ നേടണം, അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിനെ അതിജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു വേദിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഫ്ലൈറ്റ് ആവുകയില്ല, മറിച്ച് ഫൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഓടിപ്പോവുകയില്ല, മരണത്തിലേക്ക് പോവുകയില്ല, ജീവനിലേക്ക് അതിജീവനിലേക്ക് അടക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ എപ്പോഴും പ്രസംഗത്തിന് പോകണം. കാരണം
ഏതൊരു ഓഡിയൻസിലേക്ക് കടന്നു വന്നാലും ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് വൈകാരികമായ ഭാവം കൂടുതലായിട്ട് വരികയും അതിന്റെ ഫലമായിട്ട് ഭയം, ആശങ്ക, ആകുലത, ഉത്കണ്ഠ, വ്യഗ്രത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെ ബോധപൂർവം മനസ്സിലാക്കി അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് പ്രസംഗത്തിന്റെ വിജയത്തിലേക്ക് നമ്മെ സഹായിക്കുന്ന, നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഭയം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. വികാരം എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോഴും വികാരങ്ങൾ ഉണ്ടാകാം. കാരണം നമ്മുടെ ശരീരത്തിൽ 3 പ്രധാനപ്പെട്ട ഫാക്കൽറ്റീസ് ആണുള്ളത്, പ്രവർത്തന മേഖലകളാണുള്ളത്. ഒന്ന് ചിന്തിക്കുന്ന ഫാക്കൽറ്റി, രണ്ടാമത് വൈകാരികമായ ഭാവം ഉൾക്കൊള്ളുന്ന ഇമോഷണൽ ഫാക്കൽറ്റി, മൂന്നാമത്തേത് ഡിസൈഡിങ് ഫാക്കൽറ്റി അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ഫാക്കൽറ്റി. അപ്പൊ ഈ 3 ഫാക്കൽറ്റിയിലും ആദ്യം പ്രധാനമായിട്ട് കടന്നു വരുന്ന എപ്പോഴും ഭയമാണ്. അത് വികാരമാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ വികാരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില സമയങ്ങൾ നമ്മുടെ ചിന്തയെ തടസ്സപ്പെടുത്താൻ കാരണമായിട്ട് മാറാം. നമുക്ക് തീരുമാനമെടുക്കുവാൻ അത് പ്രയാസമായിട്ട് മാറുന്നതിന് കാരണമായിട്ട് മാറാം. അപ്പൊ അത് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഭയത്തെ നമ്മൾ പ്രധാനമായിട്ടും ഒരു വികാരമായി കണ്ടുകൊണ്ട്, വികാരം എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കിന്റെ അർത്ഥം മാറി മാറി വരുന്നത് എന്നുള്ളതാണ്. ഈ 11ഓളം വികാരങ്ങളുണ്ടെന്നാണ് മനഃശാസ്ത്രന്മാർ പറയുന്നത്. അപ്പൊ ഈ വികാരങ്ങളെ നമുക്ക് ബോധപൂർവം നിയന്ത്രിക്കാൻ കഴിയേണ്ടത് നമ്മുടെ ചിന്ത കൊണ്ടാണ്. ചിന്ത മരിക്കുമ്പോഴാണ് വികാരം ഡോമിനന്റ് ആകുന്നത്. വികാരം ഡോമിനന്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും മൃഗതുല്യമായ പ്രവർത്തനത്തിലേക്ക് പോകുന്നതിന് കാരണമായിട്ട് മാറും. സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ. നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ പട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിങ്ങനെ പെട്ടെന്ന് വികാരം കൊണ്ട് ചാടി ഓടി പോകുന്നത് കാണാം. അപ്പൊ അത് ഒരു വൈകാരികമായ ഭാവത്തിന് അടിമപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ്. അത് തന്നെയാണ് മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്നത്. മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ജന്തു വർഗത്തിൽപ്പെട്ടതാണല്ലോ. അപ്പൊ ജന്തുവർഗത്തിൽപ്പെട്ട മനുഷ്യനും ഈ പറയുന്ന ജന്തുജാലങ്ങൾക്കെല്ലാമുള്ള വികാരപരമായ മേൽക്കോയ്മ അവരുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നതിന് കാരണമായിട്ട് മാറും. ഒരു മുൻകോപിയെ സംബന്ധിച്ചിടത്തോളം ദേഷ്യപ്പെടുവാൻ വേണ്ടി അവൻ കൂടുതൽ ശക്തി വരുന്നതിന് കാരണം അവന്റെ ദേഷ്യം അവനെ അടക്കി ഭരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അത് അവന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വണ്ണം അത് അവനെ അതിജീവിക്കുകയും അത് അവനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്താം. അപ്പൊ അതാണ് നമ്മൾ ബോധപൂർവ്വം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ പ്രസംഗ വേദിയിൽ നമ്മെ ഡോമിനേറ്റ് ചെയ്യുന്ന, നമ്മെ നയിക്കുന്ന, നമ്മെ പല രീതിയിൽ മുന്നോട്ട് ആനയിക്കുന്നത് ഭയമാകാൻ പാടില്ല. മറിച്ച് വിചാരമായിരിക്കണം, ചിന്തയായിരിക്കണം. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. ഇപ്പൊ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകം അതാണല്ലോ. മനുഷ്യൻ ചിന്തിക്കുന്ന ജീവിയാണ്, അവന് ബുദ്ധിപരമായ കഴിവുണ്ട്. അപ്പൊ ബുദ്ധിപരമായ മേൽക്കോയ്മ ഉപയോഗിച്ചുകൊണ്ട് അവന് ഈ പറയുന്ന വികാരപരമായ കാര്യത്തെ നിയന്ത്രിച്ച് നല്ല തീരുമാനത്തിലേക്ക് നയിക്കാൻ കഴിയുക എന്നുള്ളതാണ് പക്വതയാർന്ന ഒരു വ്യക്തിത്വത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രസംഗവേദിയിൽ ആയിത്തീരേണ്ടത് ഒരു പക്വതയാർന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ പക്വതയാർന്ന ഒരു വ്യക്തിത്വം നമുക്ക് രൂപപ്പെടുത്തുവാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഭയത്തെയും അല്ലെങ്കിൽ വികാരത്തെയും നമ്മുടെ മാനസികമായ അവസ്ഥയും സന്തുലിത അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സന്തുലിത അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പം സാധിക്കുന്നതല്ല. അത് ക്രമേണ പരിശീലനത്തിലൂടെ എത്തപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ക്രമീകരണം, വിചാരത്തെയും വികാരത്തെയും തീരുമാന പ്രക്രിയയും ഒക്കെ ഒന്നിപ്പിക്കുന്ന, ഏകോപിപ്പിക്കുന്ന ഒരു സന്തുലിത പ്രക്രിയ നമ്മുടെ മനസ്സിലും നമ്മുടെ ഉള്ളിലൊക്കെ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വികാരപരമായ അഭിനിവേശത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് വിചാരപരമായ കാര്യങ്ങളിലേക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വികാരം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഫാക്കൽറ്റിയാണ്. അതിനെ നമുക്ക് ഡോമിനന്റ് ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ പാടില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഡോമിനന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മെ ഭരിക്കേണ്ടത് എന്ന് പറയുന്നത് വിചാരപരമായ കാര്യങ്ങളായിരിക്കണം, അതിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളായിരിക്കണം. അപ്പൊ അതിന് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് മനസ്സിലാക്കി തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമുക്ക് കൂടുതലായിട്ട് ഭയത്തെ അതിജീവിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് ഏതൊരു ഓഡിയൻസിലേക്ക് പോകുമ്പോഴും നമ്മുടെ മുമ്പിലിരിക്കുന്ന ആരായിക്കൊള്ളട്ടെ അവരെയൊക്കെ നമ്മുടെ വികാരം ഇങ്ങനെ അഭിനിവേശം അധികരിച്ചു വരുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും. അങ്ങനെ ഭയമുണ്ടാകുമ്പോൾ നമ്മൾ ആ ഭയത്തെ വിചാരം കൊണ്ട് കീഴടക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിചാരം കൊണ്ട് കീഴടക്കാൻ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ആദ്യത്തെ സ്റ്റേജ് കടക്കാൻ കഴിയും. അങ്ങനെ ആദ്യത്തെ സ്റ്റേജ് കടക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രസംഗത്തെ വിജയത്തിന്റെ തലത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾ വിശ്വാസികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയത്തെ അതിജീവിക്കുവാനും നമ്മുടെ വിചാരം കൊണ്ടും നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന ശക്തി കൊണ്ടും ഒക്കെ നമ്മെ നയിക്കുന്നത് ദൈവാശ്രയബോധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവാശ്രയബോധത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക്
ഈ ഒരു പ്രക്രിയയിലേക്ക് കടന്നു വരുവാൻ കഴിയണം. അത് നമ്മുടെ ഒരു ബലമായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. നമുക്ക് ഭയത്തെ അതിജീവിക്കാൻ കഴിയുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ കാണേണ്ടത് ദൈവാശ്രയബോധമാണ്. അപ്പൊ ദൈവാശ്രയബോധത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയാണ് എൻ്റെ ശക്തി എന്നും ബലഹീനതയിലാണ് എൻ്റെ ബലം അടങ്ങിയിരിക്കുന്നതെന്നുള്ള പരിശുദ്ധ ഈ പൗലോസ്ലീഹയുടെ വാക്യങ്ങളെ ഓർത്തുകൊണ്ട് ആ ബലഹീനതയിൽ എന്നെ ബലവാനാക്കുന്ന ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രത്യാശയിലായിരിക്കണം നമ്മുടെ പ്രസംഗവേദിയെ നമ്മൾ സമീപിക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ വൈകാരികമായ ആധിപത്യം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ബൈബിളിലുള്ള ഈ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവാശ്രയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഓഡിയൻസിനെ നേരിടാനും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ബോധ്യത്തോടും അടുക്കും ചിട്ടിയോടും കൂടി വ്യക്തവുമായിട്ട് പറയുവാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ആദ്യം ദൈവവിശ്വാസം എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഭയത്തെ അതിജീവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗങ്ങളിൽ ഒന്ന് ദൈവാശ്രയബോധം തന്നെയാണ്. അപ്പൊ നമുക്ക് ദൈവം ആവശ്യമായ ശക്തി തരുമെന്നും കൃപ തരുമെന്നും ഏതൊരു സ്ഥലത്തും ഏത് വിധത്തിലുള്ള ഓഡിയൻസിനെയും നേരിടുവാനുള്ള കരുത്തും കഴിവും അവിടുന്ന് തരുമെന്നുള്ള ദൃഢമായ വിശ്വാസത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു വേദിയിലേക്ക് കടന്നു വരാൻ. എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടത്, ദൈവം നേതൃത്വത്തിലേക്കായിരുന്നാലും പ്രസംഗത്തിലേക്കായിരിക്കും തിരഞ്ഞെടുക്കുന്നത് സാധാരണക്കാരെ ആണ്, അല്ലാതെ വലിയ കഴിവും പ്രതാപമുള്ള ആളുകളെ അല്ല. നമുക്കറിയാമല്ലോ, വിശുദ്ധ അന്തോണീസ് എന്ന് പറയുന്ന ഒരു പുണ്യവാണനുണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്ന പ്രസംഗനൊന്നും അല്ലായിരുന്നു. ഒരിക്കല് അദ്ദേഹം ഈ ഒരു പട്ടാഭിഷേകത്തിന് ഒരു വൈദികനാക്കുന്ന തിരുകർമ്മത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോയി. അന്ന് അവിടെ ചുമതലപ്പെടുത്തിയിരുന്നത് പ്രസംഗിക്കാൻ വേണ്ടി ആ വൈദികന്റെ ആദ്യ കുർബാനയ്ക്ക് പ്രസംഗിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടത് മറ്റൊരു വൈദികനായിരുന്നു, ഒരു സീനിയർ വൈദികനായിരുന്നു. അവിടെ ചെന്നപ്പം ആ ഒരു സീനിയർ വൈദികൻ വന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സുപ്പീരിയർ പറഞ്ഞു, ഈ അന്തോണിയോസിന്റെ അടുത്ത് പറഞ്ഞു പ്രസംഗം പറയാൻ വേണ്ടി. അപ്പൊ ഒരു വൈദികന്റെ പൗരോഹിത്യം സ്വീകരിച്ചതിന്റെ ആദ്യ കുർബാനയ്ക്ക് അന്ന് അദ്ദേഹത്തോട് പ്രസംഗം പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഈ അനുസരണമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഉടനെ തിരിഞ്ഞു പിരിഞ്ഞു നോക്കാതെ പ്രസംഗം പറഞ്ഞു. അങ്ങനെ പ്രസംഗം പറഞ്ഞതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും പിന്നെ അദ്ദേഹം ഇറ്റലിയിൽ ആകമാനം ഓടി നടന്ന് പ്രസംഗിക്കുന്ന വലിയൊരു പ്രസംഗനായിട്ട് മാറി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു എളിമയും ലാളിത്യവും ദൈവാശ്രയബോധവും അദ്ദേഹത്തെ വലിയൊരു പ്രസംഗകനായിട്ട് മാറ്റി. അപ്പൊ അത് വലിയൊരു മാതൃകയാക്കി നമ്മൾ മാറ്റണം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാഷണ്ഡതകളെയൊക്കെ തുടച്ചു നീക്കുവാനും അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഒരിക്കലും അദ്ദേഹം പ്രസംഗിക്കാൻ വന്ന ആളുകളെല്ലാം അദ്ദേഹം കളിയാക്കി അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടില്ല. അദ്ദേഹം തൊട്ടടുത്തുണ്ടായിരുന്ന കടപ്പുറത്ത് പോയി പ്രസംഗിക്കാൻ തുടങ്ങി. ആ കടപ്പുറത്ത് പോയി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴും അവിടുത്തെ മീനുകളെല്ലാം കൂടെ കയറി വന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു എന്നാണ്. അപ്പൊ അത്രയും ഒരു കൃപ ദൈവം ആ മനുഷ്യന് കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് നല്ലൊരു പ്രസംഗകനായിട്ട് മാറാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഇതുപോലെ നമുക്ക് ബൈബിളിൽ തന്നെ ദൈവം നേതൃത്വത്തിലേക്കായിരുന്നാലും നേതൃത്വം കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയൊക്കെ ആയിരുന്നാലും തിരഞ്ഞെടുക്കുന്നത് കഴിവ് കുറഞ്ഞ ആളുകളെയാണ്. ഉദാഹരണമായിട്ട് മോസസിനെ ദൈവം തിരഞ്ഞെടുത്തു. മോസസിന് വലിയ പ്രാഗൽഭ്യമൊന്നുമില്ലായിരുന്നു, അദ്ദേഹത്തിന് വിക്കുണ്ടായിരുന്നു. അപ്പൊ വിക്കനായിരുന്ന ആള് അദ്ദേഹത്തിന്റെ ആ വിക്കിൽ തന്നെ ദൈവം ബലം കൊടുത്തുകൊണ്ട് സൗഖ്യമാക്കിയില്ല. വിക്കനായിരുന്നു, എന്നിട്ട് അദ്ദേഹത്തിനെ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുത്തു. ജെറമിയ ഒരു ബാലനായിരുന്നു. അങ്ങനെ ഇടയന്മാരായ ആളുകൾ, സാധാരണഗതിയിലുള്ള ആളുകളൊക്കെയാണ് ഈ ഒരു നേതൃത്വ ശൈലിയിലേക്കും പിന്നെ പ്രസംഗ രീതിയിലേക്ക് കടന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭയത്തെ അതിജീവിക്കുവാൻ പോകുന്ന ഏറ്റവും ശക്തമായ മാർഗം എന്ന് പറയുന്നത് ദൈവാശ്രയബോധം തന്നെയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രസംഗ വേദിയെ കീഴടക്കാൻ കഴിയും. ഏത് വേദിയിൽ എത്ര കൊമ്പന്മാരുണ്ടായിരുന്നാലും ആ വേദിയിൽ നമുക്ക് നല്ല രീതിയിൽ പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ദൃഢബോധം നമുക്കുണ്ടാകുക. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രസംഗ ചരിത്രം പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് പ്രസംഗം ആരംഭിക്കുന്നത് ഏതൻസിൽ നിന്നാണ്. ഗ്രീസിലെ ഏതൻസിൽ നിന്നാണ് പ്രസംഗ കല എന്ന് പറയുന്ന കലാരൂപത്തിൽ രൂപപ്പെടുന്നത്. അവിടെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പ്രസംഗൻ എന്ന് പറയുന്നത് ഡയോജനീസിസ്. അദ്ദേഹമാണ് ഒരു ശക്തനായ പ്രസംഗനാണ്. അദ്ദേഹം വാസ്തവത്തിൽ വിക്കനായിരുന്ന അദ്ദേഹം എങ്ങനെ നല്ലൊരു പ്രസംഗനായിട്ട് മാറിയെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ചെറിയ ചെറിയ ചരൽ കല്ലുകളൊക്കെ വായ്ക്കാത്തോണ്ടിൽ ഈ തൊണ്ടയിലിട്ടിട്ട് കടപ്പുറത്ത് പോയി ഉറക്കെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ആ ഉറക്കെ സംസാരിച്ചാണ് അദ്ദേഹത്തിന്റെ വിക്ക് അതിജീവിച്ചുകൊണ്ട് നല്ല പ്രസംഗനായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെ ഗ്രീസില് എഥൻസില് ഉണ്ടായ ഈ കല രൂപീകരിക്കപ്പെടുവാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ഒത്തിരിയധികം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ പ്രസംഗ കലയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ അവരെല്ലാം ഇങ്ങനെ സ്വയം പ്രയത്നത്തിലൂടെ തന്റെ ബലഹീനതകളെ അതിജീവിച്ച് മുന്നോട്ട് പോയവരാണ്.
അപ്പൊ അതിന് ഏറ്റവും സഹായകമായ ഒരു മാർഗമായിട്ടാണ് ദൈവവിശ്വാസവും ദൈവാശ്രയബോധവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പൊ ആ ദൈവാശ്രയ ബോധത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരവസ്ഥയും അതിജീവിക്കുവാൻ കഴിയും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. രണ്ടാമത്, ദൈവാശ്രയ ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ആശയം പറഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്കിതിനെ ഈ ഭയത്തെ അതിജീവിക്കാൻ കഴിയുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും കാണാൻ വേണ്ടി പരിശ്രമിക്കാം. ശരീരത്തെ ശാന്തമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. നമ്മുടെ ശരീരത്തെ നമ്മൾ ശാന്തമാക്കുക. ഉൾഭയം ശരീരത്തിലൂടെയാണ് പ്രകടമാകുന്നത്. അപ്പൊ നമുക്ക് ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയം ഉണ്ടാകുമ്പോൾ ആ ഭയം നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്തൂടെയാണ് പലപ്പോഴും ഒക്കെ പുറത്തേക്ക് വരുന്നത്. വിറയലായിട്ടായിരുന്നാലും തൊണ്ട ഇടർന്ന രൂപത്തിലായിരുന്നാലും കീഴ്വായി പോകുന്ന രൂപത്തിലായിരുന്നാലും അങ്ങനെ പല രീതിയിലൊക്കെ നമ്മുടെ ശരീരത്തിൽ അതിന്റെ പ്രകടനങ്ങൾ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ കാമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാർഗം. അപ്പൊ ആദ്യമേ പ്രസംഗത്തിന് പോകുമ്പോൾ നമ്മൾ വളരെ ശാന്തമായ രീതിയിൽ നമ്മുടെ ബോഡിയെ ഒന്ന് ലൂസൺ ചെയ്ത് ഈ അനായാസ രൂപത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രസംഗം ആരംഭിക്കാൻ വേണ്ടി പരിശ്രമിക്കും. മസിലുകൾ കയറ്റിപ്പിടിച്ചുകൊണ്ട് ശരീരത്തെ വളരെ വക്രമായ രീതിയിൽ പിടിച്ചുകൊണ്ട് നമ്മൾ നിൽക്കരുത്. വളരെ ലൂസായിട്ട് ശരീരഭാഗത്തേക്ക് വിട്ടുകൊണ്ട് വളരെ ശ്വാസമൊക്കെ നേരെ നിന്ന് ശാന്തമായ രീതിയിൽ നമ്മുടെ ശരീരത്തെ നിലനിർത്തുക. അപ്പൊ ശരീരത്തെ ക്രമീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ഒരു ശ്വാസം എടുക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരു 4 സെക്കൻഡ് ശ്വാസം എടുക്കുക. ആദ്യം 4 സെക്കൻഡ് ശ്വാസം എടുത്തതിന് ശേഷം 4 സെക്കൻഡ് ശ്വാസം പിടിച്ചു നിർത്തുക. അത് കഴിഞ്ഞിട്ട് ഒരു 4 മുതൽ 6 സെക്കൻഡ് വരെ ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ ശാന്തമാക്കേണ്ടത്. അപ്പൊ ഒരു ഓഡിയൻസ് പ്രസംഗ വേദിയിൽ ചെന്നിട്ട് നമുക്ക് ഭയം ഉണ്ടാകുന്നു തോന്നുന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം ശാന്തമായ രീതിയിൽ 4 സെക്കൻഡോളം നമ്മൾ ശ്വാസം സാവധാനം എടുക്കുക. എടുത്തതിന് ശേഷം ഒരു 4 സെക്കൻഡോളം ശ്വാസം പിടിച്ചു നിൽക്കുക. എന്നിട്ട് അടുത്ത 4 സെക്കൻഡ് ശ്വാസം പയ്യെ പയ്യെ വിട്ടുകൊണ്ട് നമ്മുടെ ശരീരത്തെ ശാന്തമാക്കുക. അപ്പൊ ശരീരത്തില് മസിലുകളൊക്കെ അയയുകയും നമുക്ക് കൂടുതൽ ആ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന അവസ്ഥ അതിജീവിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണല്ലോ ശ്വാസം. അപ്പൊ ശ്വാസത്തെ നമ്മൾ ക്രമപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിൽ ശ്വാസത്തിന്റെ ക്രമീകരണം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ അനായാസമാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കൂടെ ആയാസപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ശരീരം ശാന്തമാകുമ്പോൾ മാത്രമേ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളൊക്കെ ക്രമമായും വ്യക്തമായും നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിന് ലഭിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ ശാന്തമായ രീതിയിൽ നമ്മളെ ബോഡിയെ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ആശയങ്ങളെ ക്രമമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇടവേളകളോടുകൂടി സംസാരിക്കുക എന്നുള്ളതാണ്. അവിടെ ഇടവേളകളോടുകൂടി സംസാരിക്കുക എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് നമുക്ക് ഒരു വാക്യത്തില് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, കോമയുണ്ട്, സെമിക്കോളൻ ഉണ്ട്. ഇത് എന്ന് പറയുന്നത് ഒരു പങ്ക്ച്വേഷൻ മാർക്ക് നമുക്കറിയാം. അപ്പൊ ഒരു സെന്റൻസിൽ നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഒരു വിരാമമാണ്. ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ സാധാരണഗതിയിൽ ഒരു വിരാമം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു 3 പ്രാവശ്യം കൊട്ടുന്നു എന്ന് വിചാരിക്കുക. 1 2 3 ഇത്രയുമാണ് ഒരു പറയുന്ന സമയം. ഇത്രയും സമയം നമ്മൾ കൊടുക്കണം ആ ഒരു സെന്റൻസ് കഴിഞ്ഞിട്ട്. അപ്പൊ മനസ്സിൽ നമുക്ക് ആദ്യം തന്നെ ചിന്തിച്ച് പറയാം 1 2 3. ഒരു സെൻസ് ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു 3 സെക്കൻഡോളം നമ്മൾ പിടിച്ചു. അതേസമയം കോമയാണെങ്കിൽ അപ്പൊ ഈ കോമയും കുത്തും എന്നൊക്കെ ഒരു സെന്റൻസിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നമ്മൾ വായിക്കുമ്പോഴല്ല, പ്രസംഗം പറയുകയാണ്. അപ്പൊ പറഞ്ഞ് നമ്മൾ പഠിക്കണം ആ രീതിയിൽ. ഇനി കോമ പോലുള്ള കാര്യങ്ങളാണ്, അതായത് സെൻസ് പൂർത്തീകരിക്കപ്പെടുന്നില്ല, കോമയിലാണ് ഞാൻ നടത്തുന്നത് എങ്ങനെ ശ്വാസം വിടുന്നതെങ്കിൽ അവിടെ അത്രയും സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം മാത്രം കൊട്ടുന്ന രീതിയിലുള്ള ഒരു സമയം കൊടുത്താൽ മതി. മറിച്ച് ഒരു സെമിക്കോളൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 2 പ്രാവശ്യം നമ്മൾ കൊട്ടുന്ന രീതിയിൽ. ഇതാണ് 1 പ്രാവശ്യം. അത് കോമയ്ക്ക്. 2 പ്രാവശ്യമാണെങ്കിൽ നമുക്ക് ഈ കോളൻ വരികയോ അല്ലെങ്കിൽ സെമിക്കോളൻ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം കൊടുക്കാം. എങ്ങനെ 2 പ്രാവശ്യം. അതായിട്ട് പൂർണ്ണ വിരാമമാണെങ്കിലും ഫുൾ സ്റ്റോപ്പ് ആണെങ്കിലും 3. അപ്പൊ നമ്മൾ ആ രീതിയിൽ കോളനും കോമയും ഫുൾ സ്റ്റോപ്പും ഒക്കെ മനസ്സിൽ കാണണം. അവിടെ പൂർണ്ണ വിരാമമാണെങ്കിൽ, അർത്ഥവിരാമമാണെങ്കിൽ, അല്ലെങ്കിൽ കോമയാണെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതുകൊണ്ട് എല്ലാ സെൻസും ഒരുപോലെ പറയാതെ ഞാൻ വേറൊരു അവസരത്തിൽ എങ്ങനെയാണ് ഈ ആരോഹണ അവരോഹണ ക്രമം എന്നതിനെ കുറിച്ച് പിന്നെ പറയാം. ഇന്ന് നമ്മൾ ഈ ഭയം അകറ്റുന്നതിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ്, അത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട്, ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. നമ്മുടെ വാക്യങ്ങൾ നിർത്തി ഉച്ചരിച്ച് പറയാൻ വേണ്ടി നമ്മൾ പഠിക്കണം.
ഇനി അത് തന്നെ ഈ മലയാള ഭാഷയുടെ പ്രത്യേകത കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, ഓരോ വാക്കുകളും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഓരോ വാക്കുകളും വ്യക്തമായും സ്ഫുടമായിട്ടും പറയാൻ വേണ്ടി ആവശ്യമായ സ്പേസുകൾ കൊടുക്കണം വാക്കുകളുടെയിലും വാക്യങ്ങളുടെ ഇടയിലും. ആ സ്പേസിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ മാത്രമേ വ്യക്തതയും സുതാര്യതയും നമ്മുടെ സംഭാഷണത്തിൽ ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നിർത്തേണ്ടത് നിർത്തുകയും ഇടവേള കൊടുക്കേണ്ടടുത്ത് ഇടവേള എടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ തൊണ്ട ഇടറുന്നതിനും പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് പലപ്പോഴും ഈ നമ്മുടെ ശബ്ദം കൂട്ടി ആദ്യം പറയുന്നതുകൊണ്ടാണ്. ചില ആളുകളൊക്കെ രാഷ്ട്രീയ പ്രസംഗകർ പറയുന്നത് പോലെ വന്ന് ബഹളം വെച്ചുകൊണ്ട് ആദ്യമേ അങ്ങനെ പറയും. അപ്പൊ നമ്മളൊരു തീപ്പൊരി പ്രസംഗം എന്ന് പറയാറുണ്ട്. അപ്പൊ തീപ്പൊരി പ്രസംഗം നല്ലത് തന്നെയാണ്, പക്ഷെ നമുക്ക് അധിക സമയം നിലനിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ശാന്തമായിട്ട് പറഞ്ഞ് ശാന്തമായിട്ട് തുടങ്ങി അല്പം ഉച്ചായാവസ്ഥയിലേക്ക് പോയി വീണ്ടും താഴേക്ക് വരാം. അതുകൊണ്ട് തന്നെ ആദ്യമേ ശബ്ദം എടുത്തു പറയരുത്, അത് ശരീരത്തെ ബാധിക്കും, നമ്മുടെ തൊണ്ടയെ ബാധിക്കും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് ഞാൻ പിന്നൊരു ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശാന്തമായിട്ട് പറഞ്ഞു തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ബോഡി ലാംഗ്വേജിലൂടെ നമ്മുടെ ആശയത്തെ വളരെ നല്ല രീതിയിൽ പ്രകടമാക്കുവാൻ കഴിയും. അപ്പൊ ആദ്യമായിട്ട് രണ്ടാമത് ഞാൻ പറഞ്ഞത് ശരീരത്തെ ശാന്തമാക്കുക എന്നുള്ളതാണ്. ശരീരത്തെ ക്രമപ്പെടുത്തി ശാന്തമാക്കി നിന്നുകൊണ്ട് നമുക്ക് ഭയത്തെ അതിജീവിക്കുവാൻ കഴിയും. കാരണം ശ്വാസം ആണ് പലപ്പോഴും നമ്മുടെ എല്ലാ ശരീരത്തിന്റെ ഭാവങ്ങളെയും നിയന്ത്രിക്കുന്നത്. അപ്പൊ ആ ശ്വാസത്തെ നമ്മൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭയാശക്തിയൊക്കെ മാറ്റിയെടുക്കുന്നതിന് കഴിയും. മൂന്നാമത് നമ്മൾ ശ്രദ്ധ പ്രകടിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് എന്നിലേക്കല്ല. എപ്പോഴും സംഭവിക്കുന്ന ഭയം വരുവാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നെ അല്ല, എന്നെ കേൾക്കുന്ന ഓഡിയൻസിനെയാണ്. അപ്പൊ എന്നെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ വാക്ക് ഇടറുമോ, എൻ്റെ വാക്ക് തെറ്റുമോ, ഞാൻ പറയുന്ന കൺസ്ട്രക്ഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഞാൻ പറയുന്ന വാക്കുകൾ ആരെങ്കിലും മുറിപ്പെടുത്തുമോ, ഞാൻ പറയുന്ന സെന്റൻസിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കും, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് പലപ്പോഴും ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അത് എങ്ങനെ വരുന്നു? എന്നെ തന്നെ ശ്രദ്ധിക്കുന്നുകൊണ്ടാണ്. ഞാൻ പറയുന്നത്, ഞാൻ അവരോട് പറയാൻ ശ്രമിക്കുന്നത് എൻ്റെ ഭാവം, എൻ്റെ വാക്കുകള്, എൻ്റെ വാക്യങ്ങള്, എൻ്റെ രൂപങ്ങൾ, എൻ്റെ ഭാവങ്ങൾ, ഞാൻ പറയുന്ന കാര്യം, ഞാൻ എന്നുള്ള ചിന്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രസംഗത്തിന് പാളിച്ചകൾ ഉണ്ടാകാം. അപ്പൊ ഞാനല്ല ഇവിടെ പ്രസംഗിക്കുന്നത്, മറിച്ച് ഞാൻ ആർക്കോ വേണ്ടി ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു ഉപകരണമാണെന്നുള്ള രീതിയിൽ നമ്മുടെ പ്രസംഗത്തിന് നിൽക്കണം. അപ്പൊ ഞാനൊരു ദൈവം എന്നെ ആക്കിയിരിക്കുന്ന ഒരു ഉപകരണമാണ്. വിശുദ്ധ കൊച്ചിലേസി പറയുന്ന മനോഹരമായ ഒരു പ്രതീകമുണ്ടല്ലോ, ദൈവത്തിന്റെ കയ്യിൽ ഒരു കളിപ്പാവയാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു ബോളാണ് ഞാൻ, അവിടെ നിന്ന് ഇഷ്ടം പോലെ തട്ടിക്കളിക്കും എന്ന് പറയുന്ന, അത് അത്രയും മോശമായിട്ട് നമ്മൾ താഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ആ രീതിയിൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന, അവർക്ക് സന്ദേശം കൊടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണെന്നുള്ള രീതിയിൽ നമ്മളെ ശ്രദ്ധിക്കാതെ അവരെ ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി അവരുടെ മുമ്പിലായിരിക്കും. അല്ലാതെ എന്നിൽ കൂടുതൽ ഫോക്കസ് ആകാൻ പാടില്ല. എന്നെ കുറിച്ച് ഫോക്കസ് ആകുമ്പോഴാണ് കൂടുതൽ ഭയം ഉണ്ടാകുന്നത്. അപ്പൊ ഞാനെന്ന വ്യക്തിയല്ല പ്രധാനപ്പെട്ടത്, ഞാൻ പറയുന്ന ആശയമാണ് പ്രധാനപ്പെട്ടത്. രണ്ടാണ്. ഞാൻ എന്നതല്ല, എൻ്റെ ആശയമാണ്. അപ്പൊ ഞാൻ പറയുന്ന ആശയത്തിനാണ് പ്രാധാന്യം. ആ ആശയം എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അല്ലാതെ എനിക്ക് ഒരു പ്രത്യേകത അവിടെ ഇല്ല. ഞാൻ അവിടെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. അവർ താൽക്കാലികമായി വന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ രീതിയിൽ എന്നെക്കുറിച്ച് കൂടുതൽ ഫോക്കസ്ഡ് ആകാതെ, എന്നെക്കുറിച്ച് ശ്രദ്ധ പിടിക്കാതെ, ഓഡിയൻസിനെ കുറിച്ചുള്ള ഒരു ശ്രദ്ധയില്, ആശയങ്ങളുടെ ശ്രദ്ധയില്, അതിന്റെ ഒരു ചിന്തയിൽ നമ്മുടെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് എങ്ങനെ ഭയത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന്. നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിരന്തരമുള്ള പ്രാക്ടീസിങ് ആണ്. അപ്പൊ അത് ആദ്യത്തെ ഒരു സെഷനിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. എങ്ങനെയാണ് നല്ല പ്രസംഗം ഉണ്ടാകുന്നത്? നിരന്തരമുള്ള പ്രാക്ടീസ് ആണെന്ന് പറയുകയുണ്ടായി. അപ്പൊ നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ അതാണെന്ന് ഇപ്പൊ നിങ്ങളെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആദ്യ പ്രസംഗങ്ങൾ ഒരു ചെറിയ ഗ്രൂപ്പിന്റെ മുമ്പിൽ പറയുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടില് കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു പഠിക്കാം. ഇപ്പൊ നമുക്ക് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ പിടിച്ചും ഓഡിയോ പിടിച്ചും ഒക്കെ പ്രസംഗിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഓഡിയോയും വീഡിയോയിലും നമ്മുടെ പ്രസംഗം കേട്ടുകൊണ്ട് അതിൽ വരുന്ന കുറവുകളും കുഴപ്പങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഭയം ഒഴിവാക്കാൻ കഴിയും. അപ്പൊ അതിന് നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രസംഗിക്കാൻ വേണ്ടി പോവുകയാണ്, ഒരു ആശംസ പ്രസംഗം പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആശംസ പറയാൻ വേണ്ടി പോകുമ്പോൾ ആ ആശംസ പ്രസംഗം ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ കേട്ടിട്ട് അതിലെ കുറവുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട്
വീണ്ടും വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് അങ്ങനെ 2-3 പ്രാവശ്യം വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. അങ്ങനെ റെക്കോർഡ് ചെയ്തതിനു ശേഷം നമുക്ക് ആ പ്രസംഗം പോയി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രസംഗം അവതരിപ്പിക്കുവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് എന്തുമാത്രം കൂടുതൽ സമയം ഒരു പ്രസംഗത്തിന് വേണ്ടി സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നോ അതനുസരിച്ച് നമ്മുടെ പ്രസംഗം വിജയപ്രദമായിട്ട് മാറും. പണ്ട് കാലങ്ങളിലൊക്കെ ഈ നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി പറയുമായിരുന്നു. അപ്പൊ അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ പ്രസംഗിക്കുന്നത് നമ്മുടെ രീതിയിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നത് നിലക്കണ്ണാടിയോടെ മനസ്സിലാക്കി. ഇപ്പൊ നമ്മുടെ വീഡിയോ ഉള്ളതുകൊണ്ട് കണ്ണാടിയിൽ പോകണമെന്നില്ല, വീഡിയോയിലൂടെ കാണാൻ കഴിയും. എന്നിരുന്നാലും നിങ്ങളുടെ മുമ്പിൽ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആശയത്തെ എങ്ങനെ മറ്റുള്ളവർ കാണും, നിങ്ങളുടെ പ്രസന്റേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അത് ചില ആംഗ്യങ്ങളും ചില രീതികളും ഒക്കെ നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടില്ല നമുക്കറിയാലോ, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഈ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ചില പരിശീലനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. അപ്പൊ അത് പറ്റുമെങ്കിൽ ചെറിയ ഗ്രൂപ്പ്, നിങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സഹോദരങ്ങളൊക്കെ ഇരുന്നുകൊണ്ട് ആ പ്രസംഗം ഒന്ന് പറയുക അവരുടെ മുമ്പ്. അങ്ങനെ അവരുടെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയാം ഇത് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നന്നായിരിക്കണമായിരുന്നു. ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ കൂട്ടുകാർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരോട് ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുക. ചെറിയ ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പിൽ പറയുക, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് പറയുക. അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ പ്രസംഗിച്ച് പഠിച്ച് നമുക്ക് വലിയ ഗ്രൂപ്പുകളിലേക്ക് വരാൻ കഴിയും. അപ്പൊ ഇത് ഭയം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ 1-2 പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭയം നമ്മളിൽ നിന്ന് താനെ അകന്നു പോകുമെന്നുള്ളതാണ്. മറിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെയും നമ്മൾ അതിൽ പ്രാവീണ്യം നേടാതെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിജയപ്രദമായ രീതിയിൽ പ്രസംഗം അവതരിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കുക. കഴിയുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ നമ്മുടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കും. അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 5ാമത്തെ കാര്യമായിട്ട് പറയുന്നത്, പൂർണ്ണത ഒരിക്കലും സാധ്യമല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ആർക്കും പൂർണ്ണമായ രീതിയിൽ ഒരു പെർഫെക്റ്റായ പ്രസംഗം ചെയ്യാൻ പറ്റത്തില്ല. എത്ര പ്രാഗൽഭ്യമുള്ള പ്രസംഗകരായിക്കൊള്ളട്ടെ, എത്രമാത്രം ഉയർന്ന പ്രസംഗത്തിന് വൈദഗ്ധ്യമുള്ള ആളുകളായിക്കൊള്ളട്ടെ, അവരുടെ എല്ലാ പ്രസംഗങ്ങളും എന്തെങ്കിലും കുറവ് കാണും. നിങ്ങൾ ഏത് പ്രസംഗത്തിലും ഒന്ന് കേട്ടു നോക്കുക. എവിടെ പ്രസംഗിക്കുന്ന ആളുകളും എത്രയും നല്ല പ്രസംഗരെന്ന് അറിയപ്പെടുന്ന വാഗ്മികൾ എന്നറിയപ്പെടുന്ന ആളുകളും തെറ്റുകൾ ധാരാളം വരുത്താറുണ്ട്. ഒന്നുകിൽ ആശയപ്പൊരുത്തം കാണാതെ വരും, അല്ലെങ്കിൽ ചില വാക്കുകളിൽ കാണുന്ന ക്രമക്കേടുണ്ടാകും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ശബ്ദം തീരെ പതിഞ്ഞ അവസരത്തിലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ ലോകത്ത് പെർഫെക്റ്റ് ആയ ഒരു സ്പീക്കർ ഇല്ലെന്ന് ആദ്യമേ മനസ്സിലാക്കണം. ഒരു പെർഫെക്റ്റ് ആയ സ്പീക്കർ ഇല്ല. ഇതാണ് നമ്മുടെ മനസ്സിൽ ആദ്യം കണ്ടത്. അല്ലാതെ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് പ്രസംഗിക്കുന്നത് ഒരിക്കലും വിചാരിക്കരുത്. എത്ര നല്ല പ്രസംഗകരായിരുന്നാലും അവരുടെ പ്രസംഗങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടാകാം, ഒരുപാട് തെറ്റുകൾ ഉണ്ടാകാം, ഒരുപാട് പിശകുകൾ വരാം, ഒരുപാട് കുറവുകൾ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എങ്ങനെ ആയിരുന്നാലും എനിക്ക് കുറവുണ്ടാകുക എന്നുള്ളത് ഒരു മാനുഷികമായ ഭാവമാണെന്ന് തിരിച്ചറിയും. അത് എന്നെ മനസ്സിൽ കൊണ്ടുവരണം, ആ ഒരു ചിന്ത ഉണ്ടാകണം. അപ്പൊ നമുക്ക് വികാരപരമായിട്ട് ഭയം വരുമ്പോൾ ഉടനെ എൻ്റെ വിചാരം പറയും, അത് സാരമല്ല, തെറ്റുണ്ടാകുക സ്വാഭാവികമാണല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. ആ ചിന്ത വരുമ്പോൾ ഭയത്തെ അതിജീവിക്കാൻ കഴിയും. അപ്പൊ ഭയം ആണ് നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചിന്ത അവിടെ കൊണ്ടുവരണം. എന്നിങ്ങനെ ചിന്ത കൊണ്ടുവരേണ്ടത്, തെറ്റ് എന്ന് പറയുന്നത് സാധാരണമാണല്ലോ, മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം തെറ്റുകളും കുറവുകളും ഉണ്ടാകും. അതുകൊണ്ട് ഇത് കുഴപ്പമില്ല എന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭയം ഒഴിവാകുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടും വളരെ ബോധ്യത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി നോക്കി അവരെ അഭിമുഖീകരിക്കുക. അപ്പം അവരെ നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ മുമ്പിൽ നമ്മൾ എന്നോ ഇല്ലെങ്കിൽ നമ്മെ കേൾക്കാൻ കുറച്ച് പേര് വന്നിരിക്കുകയാണല്ലോ, അവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അപ്പൊ അവര് സ്നേഹത്തോടുകൂടി നോക്കാനും സ്നേഹത്തോടുകൂടി അവരുമായിട്ട് ഐ കോണ്ടാക്റ്റിലേക്ക് വരുവാനും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പം സ്നേഹമാണ് പ്രസംഗത്തെ ഡോമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് അവരോടുള്ള സ്നേഹമാണ് എന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. എനിക്ക് അവരോടുള്ള സ്നേഹമാണ്, അവരോടുള്ള ഒരു ബഹുമാനമാണ് എന്നെ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി എത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിൽ കാണുക. അപ്പൊ അവരോടുള്ള സ്നേഹത്തെ പ്രതിയാണല്ലോ, അല്ലാതെ എന്നോടുള്ള സ്നേഹത്തെ പ്രതിയല്ല, എനിക്ക് അവരോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അപ്പൊ ആ ഒരു സ്നേഹം പ്രകടമാക്കുന്നത് കൃത്യമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവര് എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഞാനവരെ സ്നേഹിക്കുന്നു, അവരെന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ അവരെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് തന്നെ അവരായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവരെന്നെ കുറിച്ച് എന്ത് ധരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്തയോടാണ്. അവരെന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കാൻ പാടില്ലല്ലോ. ഓഡിയൻസിലിരിക്കുന്ന ഒരു 100 പേരുണ്ട്, ആ 100 പേരെ ഒരേപോലെ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ നടക്കത്തില്ല. പക്ഷെ എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും.
അപ്പൊ എനിക്കുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ അവരോടൊപ്പം നിൽക്കുന്നത്, അവർക്ക് വേണ്ടി വചനം പറയാൻ വന്നിരിക്കുന്നുള്ള ചിന്തയുണ്ട്. അപ്പം ആ ഒരു സ്നേഹ വികാരം കൊണ്ടും അവരോടുള്ള ബഹുമാനം കൊണ്ടുമാണ് വന്നത് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകണം. അപ്പൊ ആ ഒരു ചിന്ത വരുമ്പോൾ നമുക്ക് സ്നേഹത്തോടെ ഇടപഴകാൻ കഴിയും, നമുക്ക് ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ കഴിയും, നമുക്ക് നിസ്വാർത്ഥമായ രീതിയിൽ അവരെ സമീപിക്കുവാൻ കഴിയും. ഈ ഒരു സ്നേഹഭാവം പ്രസംഗത്തിന്റെ ആദ്യന്തം നമ്മുടെ മനസ്സിൽ നമ്മൾ കാണണം. അത് ഭയത്തെ എല്ലാ നിമിഷത്തിലും അതിജീവിക്കുന്നതിന് സഹായമായിട്ട് മാറുന്നതിന് കാരണമായിട്ട് മാറും. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നേരത്തെ എത്താൻ വേണ്ടി പരിശ്രമിക്കുക. നമുക്ക് പ്രസംഗം ഒരു 5 മണിക്കാണെന്ന് വിചാരിക്കുക. 5 മണിക്കാണ് നമ്മുടെ സംഘാടകർ പറയുന്നത് പ്രസംഗം 5 മണിക്കാണ്. അപ്പൊ ഒരു 4:30 ആകുമ്പോൾ തന്നെ അവിടെ പോവുക. കാരണം നമ്മൾ ഒരു പ്രസംഗത്തിന് പോകുമ്പോൾ അവിടെ നമുക്ക് ആ വേദി അപരിചിതമാണ്, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ആ സാഹചര്യമായിട്ട് ഇടപഴകി വരുവാൻ വേണ്ടി സമയമെടുക്കും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ വികാരപരമായിട്ടും ഒക്കെ ആ ഒരു സാഹചര്യവുമായിട്ട് നമ്മൾ ഒത്തുചേരണം. കാരണം നമ്മുടെ കൂടെ ഇരിക്കുന്ന ആരാണ്, നമ്മുടെ ഓഡിയൻസ് ആയിട്ട് സദസ്സിലുള്ളതാരാണ്, അവിടെ വരുന്ന ആളുകളാണ് നേരത്തെ നമുക്ക് മനസ്സിൽ കാണാൻ കഴിയും. ഇങ്ങനെ കാണാൻ കഴിയുമ്പോൾ പ്രത്യേകത എന്താണ്? അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആവും. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അവിടെ സമയത്തിന് കയറി ചെല്ലുകയും സമയത്തിന് കയറി ചെന്ന് പ്രസംഗിക്കുകയും ചെയ്യുമ്പോഴായിരിക്കും അവിടെ ഇന്ന ആൾക്കാരെ കാണുന്നത്, നമുക്ക് ഒരുപക്ഷെ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ. അപ്പൊ മനസ്സ് അവരുമായിട്ട് പൊരുത്തപ്പെടുവാൻ വേണ്ടി സമയമെടുക്കും. അപ്പോഴാണ് തെറ്റുകളും ഭയങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഏത് പ്രസംഗത്തിന് പോയിരുന്നാലും നേരത്തെ പോകാൻ വേണ്ടി പരിശ്രമിക്കും. ഒരു 10-15 മിനിറ്റ് നേരത്തെ പോകുക. നേരത്തെ പോയി അവിടെ സ്വസ്ഥമായിട്ടിരുന്ന് ആ ഓഡിയൻസുമായിട്ടും ആ സ്ഥലവുമായിട്ടും ഒന്ന് പരിചയപ്പെട്ട് മനസ്സിനെ മാനസികമായി ഒരുക്കിക്കൊണ്ട് നമ്മുടെ പ്രസംഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രസംഗമായിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും ഈ വലിയ VIP-ക്കാരെ പോലെ സമയമാകുമ്പോൾ തന്നെ ഓടിപ്പോയി പ്രസംഗിക്കുന്ന രീതി ഒഴിവാക്കുക. നേരത്തെ പോയി അല്ല, ഒരുപാട് പരിപാടി എടുക്കാതിരിക്കും, ഒരു പ്രസംഗം എടുത്താൽ മതി. അപ്പൊ അത് നേരത്തെ പോയി ആ സമയത്തിനോടെ ഇരുന്ന് ആ പ്രസംഗം പറഞ്ഞ് നമുക്ക് പറ്റുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ അതായിരിക്കും നല്ലൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പ്രസംഗത്തിന് നേരത്തെ തന്നെ പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുക. ഇനി നമ്മൾ പ്രസംഗിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ലളിതമായി പറയാൻ വേണ്ടി ലളിതമായ ഭാഷ നമ്മൾ ഉപയോഗിക്കുക. ഒരിക്കലും നമ്മൾ കഠിനമായ ഭാഷ ഒരുങ്ങി പോകരുത്. കഠിനമായ ഭാഷ ഒരുങ്ങി പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തെറ്റുകൾ സംഭവിക്കും. അത് പലപ്പോൾ കൺഫ്യൂഷനിലേക്ക് നയിക്കുന്നതിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് ആദ്യ ഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രസംഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കുന്നതുമായ വാക്കുകളായിരിക്കണം, പരിചിതമായ വാക്കുകൾ. അതുപോലെ തന്നെ അങ്ങനെയുള്ള വാക്കുകളിൽ ദ്വർത്ഥമുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കുക. ചിലപ്പോൾ ഒക്കെ പ്രാദേശികമായിട്ട് വേറെ അർത്ഥങ്ങളുള്ള വാക്കുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള അർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഒരുപക്ഷെ ഓഡിയൻസിൽ നിന്ന് വ്യത്യസ്തമായ കമന്റ്സ് കേൾക്കുന്നതിനൊക്കെ കാരണമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് പലപ്പോഴും പരിചിതമായ വാക്കുകൾ, ലളിതമായ വാക്കുകൾ, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വാക്യങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള വാക്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ലളിതമായ വാക്കുകൾ നിർത്തി വീണ്ടും വീണ്ടും ചൊല്ലുമ്പോഴും പറയുമ്പോഴും നമ്മുടെ പ്രസംഗത്തിന് സ്വീകാര്യത ഉണ്ടാകും. അത് കൂടുതൽ ശക്തമായിട്ട് മാറുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്യും. ഇനി ചില സമയത്ത് ആശയങ്ങൾ കിട്ടിയില്ലെന്ന് വിചാരിക്കും. ഞാനൊരു 5 ആശയങ്ങൾ ഒരുങ്ങിപ്പോയി, 5 ആശയങ്ങൾ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് കിട്ടുന്നില്ല. അപ്പോഴവിടെ വരുമ്പോൾ അല്പം ഒരു വിക്കം, അല്പം ഒരു തപ്പൊക്കെ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്? രണ്ടാമത്തത് പോയാൽ കുഴപ്പമില്ല, മൂന്നാമതിലേക്ക് കടക്കുക. ആൾക്കാർ നോട്ട് ചെയ്യാൻ പോകുന്നല്ലോ എന്റെ 2 ആശയങ്ങൾ, രണ്ടാമത്തെ ആശയം ഇതായിരുന്നു എന്ന് ആരാ അറിയാൻ പോകുന്നത്? എനിക്ക് മാത്രമല്ലേ അറിയാവൂ. അതുകൊണ്ട് അപ്പൊ കിട്ടിയില്ലെങ്കിൽ അവിടെ കിടന്ന് വെപ്രാളപ്പെടാതെ രണ്ടാമത്തെ ആശയം വിട്ടുപോയെങ്കിൽ മൂന്നാമത്തെ ആശയം എടുത്ത് പറഞ്ഞോളൂ. രണ്ടാമത്തെ ആശയം എന്നെ ഒരിക്കലും കിട്ടിയില്ല, അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഈ രണ്ടാമത്തെ ആശയം കിട്ടിയില്ലെങ്കിലാണ് തപ്പുണ്ടാകുമ്പോൾ വീണ്ടും അവിടെ കൺഫ്യൂസ്, നീ എന്ത് പറയണമെന്ന് അറിയാതെ നമ്മൾ ആകുലപ്പെടും. കാരണം നമ്മൾ വിചാരിക്കുന്ന കാര്യം കിട്ടുന്നില്ല. അപ്പൊ വിചാരിക്കുന്ന കാര്യം കിട്ടുന്നില്ലെങ്കിലും വിചാരിക്കാത്ത കാര്യമായിരിക്കും കടന്നവന് അത് പറയുക. അങ്ങനെ പറഞ്ഞ് ഒരുപക്ഷെ മൂന്നാമത്തെ ആശയം പറയുമ്പോൾ രണ്ടാമത്തെ ആശയം മനസ്സിൽ കിട്ടും. എനിക്ക് പലപ്പോഴും അങ്ങനെ പറ്റിയിട്ടുണ്ട്. ചിലപ്പം 5-6 ആശയം പറഞ്ഞു പോകുമ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ രണ്ടാമത് പറയണമെന്ന് കരുതിയ കാര്യങ്ങൾ അങ്ങ് വിട്ടുപോകും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് മൂന്നാമത് പറഞ്ഞ കാര്യം രണ്ടാമത് പറയും. പിന്നീട് കഴിയുമ്പം ആ ആശയങ്ങൾ വീണ്ടും മനസ്സിൽ വരും. അപ്പൊ പിന്നെ മൂന്നാമത് പറയും. അതിൽ ക്രമം തെറ്റിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അത് എന്റെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ, ഞാനാണല്ലോ ക്രമപ്പെടുത്തുന്നത്, മറ്റുള്ളവരല്ലല്ലോ. അപ്പൊ എന്റെ ക്രമപ്പെടുത്തൽ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട. അപ്പൊ ഒരാശയം പറഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് മറന്നുപോയാൽ പിന്നെ അവിടെ കിടന്ന് തപ്പരുത്, അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പതറരുത്. ആ പതർച്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസിനോട് നമുക്കുള്ള ഒരു സ്നേഹം നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ വിദഗ്ധമായ രീതിയിൽ നമ്മൾ അതിനെ ഇത് കലയാണെന്ന് ഞാൻ പറഞ്ഞു. കല എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അത് ക്രമീകരിക്കുന്നു എന്നനുസരിച്ചിരിക്കുന്നു.
അപ്പൊ ക്രമീകരിക്കൽ നമ്മുടെ പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ നമ്മൾ ബോധപൂർവം വിട്ടുപോയതിനെ അങ്ങ് മാറ്റിവെച്ചിട്ട് കിട്ടുന്നതിനെ വെച്ച് തട്ടിവിടുക, അത്രയേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പ്രസംഗം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് കാരണമായിട്ട് മാറും. ഇനി അടുത്ത് ചിന്തിക്കാനുള്ളത്, മനപ്പാഠം എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ കുറെ കാര്യങ്ങൾ മനപ്പാഠമാക്കുന്നത് പ്രസംഗത്തിന് ഭയം ഒഴിവാക്കുന്നതിന് ഒന്നായിരിക്കും. മനപ്പാഠമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില വാക്കുകളും ചില ആശയങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കും. അത് എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും കേട്ടോ. അതാണ് ഒരു പ്രത്യേകത. നമുക്ക് അതുകൊണ്ടാണ് പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനപ്പാഠമാക്കുന്ന പ്രാർത്ഥന നമ്മൾ ഇപ്പോഴും, ഞാൻ കുഞ്ഞുനാളിൽ പഠിച്ച പ്രാർത്ഥന എനിക്കിപ്പോഴും അറിയാം. എന്തുകൊണ്ടാണ്? ആ നല്ല കാലത്ത് പഠിച്ച പ്രാർത്ഥനകൾ നമ്മൾ വീണ്ടും വീണ്ടും ചൊല്ലുന്നത് കൊണ്ട് അത് മനസ്സിൽ ഞാൻ തങ്ങി നിൽക്കും. അതുപോലെ നല്ല പ്രസംഗ ശൈലികൾ നമ്മൾ ചൊല്ലുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അതുകൊണ്ട് കുറച്ച് ആദ്യകാലങ്ങളിൽ നല്ലൊരു പ്രസംഗം എഴുതി പഠിച്ച് പറയുന്നതാണ് നല്ലത്. മനപ്പാഠമാക്കൽ ഭയം ഒഴിവാക്കുവാൻ വേണ്ടി സഹായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുമാത്രം പ്രസംഗം നിങ്ങൾക്ക് എന്തുമാത്രം മനപ്പാഠമാക്കുവാൻ കഴിയുമോ എന്നുള്ളത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കൊരു 5 മിനിറ്റ് ഒരു പ്രസംഗം തീർച്ചയായിട്ടും നമുക്ക് എഴുതി കാണാൻ പഠിച്ച് പോകാൻ പറ്റും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറവുമില്ലാതെ പറയാം. പ്രത്യേകിച്ച് ചില കൊച്ചുകുട്ടികളൊക്കെ നല്ല രീതിയിൽ പ്രസംഗിക്കുന്നവരുണ്ട്, അവരൊക്കെ കാണാതെ പഠിച്ച് പറയുന്നതാണ്. അപ്പൊ അത് വളരെ വിദഗ്ധമായ രീതിയിൽ യുഎനിൽ തന്നെ ഒരു കൊച്ചുകുട്ടി അടുത്ത കാലത്ത് പ്രസംഗിക്കുന്നത് ഞാൻ അതിന്റെ യൂട്യൂബിലെ ദൃശ്യം കാണാനിടയായി. അപ്പൊ അതൊക്കെ ആ കുട്ടികൾ കാണാതെ പഠിച്ചുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ അവര് യുക്തി കൊണ്ട് ചിന്തിച്ച് എടുത്തൊന്നും പറയുന്നതല്ല. അങ്ങനെ കാണാതെ പഠിച്ച് പറയുന്ന പ്രസംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അതുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പ്രസംഗം ആരംഭിക്കുന്ന വേളയിൽ മനപ്പാഠമാക്കി കുറെ പ്രസംഗങ്ങൾ പഠിച്ച് അത് പറയുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഹായകമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ എന്തുമാത്രം നിങ്ങൾക്ക് പ്രസംഗം കാണാൻ പഠിക്കുവാൻ കഴിയുമോ അത്രയും നമ്മൾ വളരെ വിദഗ്ധമായ രീതിയിൽ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ എപ്പോഴും മനസ്സിൽ കാണേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളവിടെ ഓഡിയൻസിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അസ്വസ്ഥതയോ ആകൃതിയോ ഉത്കണ്ഠ അകറ്റാൻ വേണ്ടി നമുക്കൊരു അവരുമായിട്ടുള്ള ഒരു ബന്ധം വളർത്തിയെടുക്കാൻ വേണ്ടി ചെയ്യാനുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യമായിട്ട് നമുക്ക് കാണാവുന്ന 5 കാര്യങ്ങളൊന്ന് മനസ്സിൽ കാണാം. അവിടെ ചെന്ന് ഓഡിയൻസിന്റെ അവിടെ കാണുന്ന 5 കാര്യങ്ങൾ, അവിടെ ബോക്സ് ഉണ്ട്, അവിടെ ആളുകൾ ഇരിപ്പുണ്ട്, അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, അവിടെ ലൈറ്റുകൾ കാണുന്നു, അല്ലെങ്കിൽ പള്ളിയാണെങ്കിൽ അവിടെ ആൾക്കാർ മുട്ടിലിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് 5-6 കാര്യങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക, എന്തൊക്കെയാണ് ഞാൻ അവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യമായിട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് അടുത്ത് കഴിഞ്ഞു. അപ്പൊ അതാണ് മാനസിക ഐക്യത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളൊന്ന് പ്രധാനമായിട്ടും പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്തുകൊണ്ട് അതൊന്ന് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് പറയാന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പഠിച്ചൊരുങ്ങി വരികയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഒരു സാഹചര്യവുമായിട്ട് അടുത്തിടപഴകി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത, നമ്മുടെ മനസ്സിൽ പഠിച്ച കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് മുന്നോട്ട് വരും. അല്ലെങ്കിൽ നമ്മളൊരു അപരിചിതനായിട്ട് അവിടെ മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ കാണുന്ന ഒരു 5-6 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക, എന്തൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പൊ അത് ആ ഒരു സാഹചര്യമായിട്ട് ഇണങ്ങിച്ചേരുന്നതിന് സഹായിക്കും. രണ്ടാമത് അവിടെ ചെന്നിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ പറയുക, വിചാരം കൊണ്ട് എന്തൊക്കെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പൊ ഒച്ചയുണ്ട്, അത് എനിക്ക് അനുഭവിക്കുക. അല്ലെങ്കിൽ നല്ല ശാന്തമായ ഒരവസ്ഥയാണ്, അതൊരു അനുഭവമായിട്ട് മാറ്റുക. അല്ലെങ്കിൽ നല്ല കാറ്റടിക്കുന്ന ഒരവസ്ഥയാണ്, അത് ഫീൽ ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ ആളുകൾ അങ്ങോട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യുക. ആ ഒരു അന്തരീക്ഷത്തെ ഫീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊക്കെ കൂടുതൽ ഈ ശാരീരികമായ അത് മാനസികമായ അവസ്ഥ നമ്മൾ ബാലൻസ് ചെയ്യുന്നതിന് സഹായിക്കുന്നതിന് കാരണമായിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ നിവർന്ന് തന്നെ നിൽക്കും. നമ്മുടെ പോസ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ചെന്ന് നമ്മൾ ഈ നമ്മൾ നിൽക്കുന്ന വേദിയിൽ ആംബോ എന്ന് പറഞ്ഞ പ്രസംഗപീഠം, ആ പ്രസംഗപീഠത്തിൽ താങ്ങി നിൽക്കുന്നത് ഒഴിവാക്കുക. പ്രസംഗപീഠത്തിൽ താങ്ങി നിന്ന് നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ അത് താങ്ങും. പിന്നെ ചിലപ്പോൾ ആ പ്രസംഗപീഠത്തിന് ശക്തി ഉണ്ടാകണം നിർബന്ധമല്ല, അത് താഴെ വീഴും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഒരു താങ്ങുമില്ലാതെ 2 കൈയും സ്വതന്ത്രമായി എടുത്തുകൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബോഡിയെ നമ്മൾ പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു പോസ്റ്ററിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ സ്വാഭാവികമായിട്ടും നമ്മുടെ കരങ്ങൾ വരികയും നമുക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്, എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ നോക്കുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രസംഗത്തില് എപ്പോഴും നമുക്ക് ഈ ഒരു ചിന്ത ഉണ്ടാണ്, ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിക്കാറൊന്നുമില്ല, ഞാൻ ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. അതാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്. അപ്പൊ മനസ്സിലെപ്പോഴും പറയണം, എനിക്ക് ആരോടെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, കാരണം ഞാൻ ഒരുങ്ങിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്.
ഈ ഒരു ചിന്തയായിരിക്കണം നമ്മുടെ പ്രസംഗത്തിൽ ഉടനീളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഈ ഞാൻ കേൾക്കാനാണ് ഇവർ വന്നിരിക്കുന്നത്, അല്ലാതെ എന്നെ വിധിക്കാനല്ല എന്നുള്ള ചിന്തയുണ്ടാകും. ഇവിടെ വന്നിരിക്കുന്ന ഓഡിയൻസ് എന്നെ വിധിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, എന്നെ കൊലയ്ക്ക് വിധിക്കാൻ വേണ്ടി അല്ലല്ലോ വന്നിരിക്കുന്നത്, അവരെ കല്ലെറിയാൻ വേണ്ടി അല്ലല്ലോ വന്നിരിക്കുന്നത്. അവരെന്റെ പ്രസംഗം ഇഷ്ടപ്പെടില്ല, അവർ പോവും, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അവരെന്നെ വിധിച്ച് അവരെന്നെ ഇല്ലാതാക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയായിരിക്കും. അപ്പം ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, എന്നെ കേൾക്കാനാണ് അവർ വന്നിരിക്കുന്നത്, വിധിക്കാനല്ല എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാകണം. എന്നെ കേൾക്കാനാണ് വന്നത്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു സ്വാഭാവികത നമ്മൾ ഉടലെടുക്കും. ആ ഒരു സ്വാഭാവികത നമ്മുടെ പ്രസംഗത്തിന്റെ പ്രയാണത്തിലും മുന്നോട്ടുള്ള പ്രക്രിയയിലും ഒക്കെ വളരെ സഹായമായിട്ട് മാറും. അതുപോലെ തന്നെ തെറ്റുകൾ വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത മനസ്സിൽ നമ്മൾ കാണണം. ഇങ്ങനെ നമുക്ക് പ്രസംഗവേദിയെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല പ്രസംഗകരായിട്ട് മാറാൻ കഴിയുമോ? നാലോക്കലെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെ നമ്മുടെ പ്രസംഗത്തെ സഭാകമ്പമില്ലാതെ പ്രസംഗിക്കാൻ കഴിയുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അവിടെ ഞാൻ എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവാശ്രയബോധത്തിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. അതുകൊണ്ട് ആ ഒരു ദൈവാശ്രയബോധം നമുക്കുണ്ടാകണം. ഭയം എന്ന് പറയുന്ന വികാരമാണ്. ആ വികാരത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് വിചാരം കൊണ്ടായിരിക്കണം. വിചാരം നമുക്ക് ശക്തിപ്പെടുത്തി കഴിഞ്ഞ രീതിയിൽ ഭയത്തെ നമ്മൾ ക്രമപ്പെടുത്തണം എന്നുള്ള കാര്യമാണ്. ഈ ഒരവസ്ഥയിൽ ഞാൻ തെറ്റിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. തെറ്റ് വന്നാലും കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ തെറ്റിക്കുമില്ല, എനിക്ക് തെറ്റുണ്ടാകുകയില്ല എന്നുള്ള അർത്ഥത്തിലല്ല. തെറ്റ് വന്നാലും സാരമില്ല എന്നാണ്, അല്ലാതെ ഞാൻ തെറ്റിക്കൂല എന്നല്ല. ഞാൻ മോശമായ കാര്യങ്ങൾ പറയാതെ ഒരുപക്ഷെ ചില കൺസ്ട്രക്ഷനിലൊക്കെ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് ഞാൻ തെറ്റിക്കും എന്ന രീതിയിലല്ല വിചാരിക്കേണ്ടത്, തെറ്റിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ഒരു ചിന്തയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ആവേശം കുറച്ചുകൊണ്ട് ആദ്യമേ തന്നെ ആശയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും ആശയത്തെ കാര്യഗൗരവമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടും ഓഡിയൻസിനെ കീഴടക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയം എന്ന് പറയുന്ന ഒരു വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയും. ഒഴിവാക്കാൻ കഴിയില്ല, നിയന്ത്രിക്കാൻ കഴിയും. നമുക്ക് അത് രണ്ടാണ്. എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഭയം സ്വാഭാവികമായിട്ട് എപ്പോഴും ഉണ്ടാകും. ഏത് വേദിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഭയം ഉണ്ടാകും. നമ്മൾ ചിലപ്പം ആരെങ്കിലും കാണാൻ പോകുമ്പോഴും ഒത്തിരി അധികം വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോയാലും ചെറിയൊരു ഉൾഭയം ഉണ്ടാകും. നമ്മളെക്കാൾ കൂടുതൽ ഉയർന്ന ആളുകളെ കാണുമ്പോഴും നമുക്കൊരു ഭയം ഉണ്ട്. ഈ ഭയം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ അകന്നു പോകുന്നതല്ല, നമ്മുടെ ഒപ്പമുള്ളതാണ്. പക്ഷെ ആ ഭയത്തെ നമുക്ക് ഇല്ലാതാക്കാനല്ല കഴിയേണ്ടത്, നമുക്ക് അതിനെ അതിജീവിക്കുവാൻ കഴിയണം. അതിനെ നമുക്ക് ഉന്മൂലനം ചെയ്യാന്നതിനേക്കാൾ അതിനെ നേരിടുവാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്. ആ സംതൃപ്തിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഓഡിയൻസിനെ നേരിടാനും അവരോട് നമുക്ക് സംവദിക്കാനും കഴിയും. അങ്ങനെ ഒരു സംവാദമാണല്ലോ പ്രസംഗം. അപ്പൊ ആ ഒരു സംവാദത്തിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തി എടുത്താൽ ഏത് ഒരു വേദിയെയും നമുക്ക് കീഴടക്കാൻ കഴിയും. അപ്പൊ ഒരു പ്രസംഗം എന്ന് പറയുന്നത് കീഴടക്കലാണ്, അല്ലാതെ ഓടി ഒളിക്കലല്ല. നമ്മൾ ഓർക്കുക, ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഭയപ്പെട്ട് ഓടുകയാണെങ്കിൽ അത് മരണത്തിലേക്കായിരിക്കാം. ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ അതിനെ നേരിട്ട് കൊണ്ടാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് ജീവനിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പായിരിക്കും എന്ന് ഓർക്കുക. ഒരിക്കലും പ്രസംഗത്തിൽ നിങ്ങൾ പിന്നോട്ട് പോയാൽ അത് ഒരിക്കലും നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല. ഏത് വേദിയെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം കിട്ടുന്ന വേദിയിൽ അതിനെ നേരിടണം. നേരിടുമ്പോൾ നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. അതിജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് പ്രസംഗത്തിന്റെ ശക്തിയായിട്ട് മാറേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭയം മാറി കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രസംഗിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചിന്തകൾ നമ്മൾ വളർത്തിയെടുക്കുക. അതിനെ സഹായിക്കുന്ന രീതിയിൽ ഒരുക്കങ്ങൾ നടത്തുക. അതിന് സഹായിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുക. കാരണം ഞാനാണ് പ്രസംഗിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല, എന്നെ കേൾക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഓഡിയൻസിന് വേണ്ടിയാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി ഒരുക്കത്തോടും വ്യക്തതയോടും സുതാര്യതയോടും ലാളിത്യത്തോടും സ്നേഹത്തോടും ഒക്കെയുള്ള ഒരു പ്രസംഗ ശൈലി അവലംബിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛാ, സംശയം ചോദിക്കുന്ന സമയമാണോ? അതെ അതെ. താങ്ക് യു ഫാദർ. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുകയാണെങ്കിൽ പറയാം. ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെ ഭയം അതിജീവിക്കാൻ കഴിഞ്ഞതെന്ന് പറയാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് ആ ഒരു വിഷയത്തിന്മേൽ ഞാൻ പ്രധാനപ്പെട്ട കുറെ തത്വങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോൾ ഒരു പ്രായോഗികമായിട്ട് ചില ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും പറയാൻ ചെയ്യാം. അച്ഛാ, വളരെ മനോഹരമായിരിക്കുന്ന അച്ഛാ. കാരണം ഞാനിപ്പോ ഒരു ചീഫ് കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ പലരുടെയും ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്താൽ ശരിയാവോ എന്ന്. പക്ഷെ അതിനൊക്കെ ഒരു മറുപടി എന്നോണം അച്ഛൻ പറഞ്ഞ കുറുക്കു വഴികൾ
വളരെ മനോഹരമായിരിക്കുന്നത് വെച്ചാൽ അതൊക്കെ പാലിക്കപ്പെടാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ശ്വാസോച്ഛ്വാസം വളരെ ഒന്ന് ശാന്തമാകുക, നിൽക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ 1-2 പോയിന്റ് തെറ്റിപ്പോയിരുന്നാലും നമുക്കത് കൈകാര്യം ചെയ്യാൻ തക്ക വിധത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക. എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്കേ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന അച്ഛൻ്റെ ആ ഒരു ചെറിയ നുറുങ്ങുകൾ, കുറുക്കു വഴികൾ, സോ എക്സലന്റ് ഫാദർ. അത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു മാർഗദർശനവും കൂടെയാണെന്ന് തോന്നുന്നു. താങ്ക് യു അച്ഛാ, താങ്ക് യു. സ്തുതിയായിരിക്കട്ടെ. ഞാൻ സേവിയർ. അച്ഛൻ തന്ന 12 പോയിന്റ്സിലും വളരെ മനോഹരമായിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അത് വളരെ ഫലപ്രദമാണ്. അതിലൊരു പോയിന്റ് അച്ഛൻ പറഞ്ഞത് പ്രസംഗത്തിലെ വളരെ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ശരിയാണ്. പക്ഷെ അച്ഛൻ ഒരു സംശയമുണ്ട് എനിക്ക്. നമ്മുടെ ഓഡിയൻസിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പൊ ഡൽഹി പോകുമ്പോ ചിലപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഓഡിയൻസ് ആണെങ്കിൽ നമ്മ വെറും ലളിതമായ ഭാഷ സംസാരിക്കുമ്പോ അതിലെ ഇൻപുട്ട് എന്തായിരിക്കും എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. അതെങ്ങനെയാണ് വെച്ചാ? അതായത് 2 രീതിയിലാണ്. ഒന്നാമത് നമ്മള് സാധാരണ പ്രസംഗമാണെങ്കിൽ, തുടക്കഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ലളിതമായിട്ട് പറഞ്ഞു തുടങ്ങണം. അതാണ് ആദ്യത്തെ പരിശീലനത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്. രണ്ടാമത്തെ, നമ്മളിപ്പം ഒരു അന്യമായ ഒരു സ്ഥലത്ത് പോകുകയാണെന്ന് വിചാരിക്കുക. അന്യമായ സ്ഥലത്ത് പോവുകയാണ്. അപ്പൊ നമ്മള് കാഠിന്യമുള്ള വാക്കുകൾ വെച്ച് നമ്മുടെ പാണ്ഡിത്യത്തെ പ്രകടമാക്കാൻ വേണ്ടി പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാതെ നല്ലൊരു പ്രസംഗമാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ലളിതമായ വാക്കുകൾ, കാര്യഗൗരവമായ ആശയങ്ങള് ലളിതമായ വാക്കുകളിലൂടെ പറയാൻ കഴിയുന്നതാണ് ഒരു പ്രസംഗത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തുമാത്രം കാര്യഗൗരവത്തോടുകൂടി ഭയങ്കര ശക്തിയുള്ള ഗാംഭീര്യമുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം. അവർ പറയും, ഓ ഉഗ്ര പ്രസംഗം. അച്ഛന്മാരുടെ പ്രസംഗം പറയാറുണ്ട്, അച്ഛന്റെ പ്രസംഗം ഉഗ്ര പ്രസംഗമായിരുന്നു. പക്ഷെ ഒന്നും മനസ്സിലായില്ല. എന്താ അച്ഛൻ പറഞ്ഞത്? അച്ഛൻ ഭയങ്കര പ്രസംഗമാണ്, എന്താ മനസ്സിലായത്? അപ്പൊ ഇതാണ് പലപ്പോഴും നമ്മുടെ പ്രസംഗവിധികൾ സംഭവിക്കുന്നത്. ചിലവാന്ന് ഞാൻ ഉഗ്രം അവരുടെ പാണ്ഡിത്യത്തെ പ്രകടമാക്കുന്ന രീതികൾ പറയും, ആളുകളോ ഭയങ്കരമായിരിക്കുന്നത് പറയും. പക്ഷെ അല്പം കഴിഞ്ഞിട്ട് എന്താ മനസ്സിലായാലും പറഞ്ഞത് ഒന്നുമില്ല. ഇതാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പാണ്ഡിത്യം കാണിക്കാൻ വേണ്ടി അല്ലല്ലോ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചില ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആശയങ്ങളെ വ്യക്തമാകാൻ സഹായിക്കുന്നത് എപ്പോഴും ലളിതമായ വാക്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതി എപ്പോഴും അവലംബിക്കുക. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള വാക്കുകൾ വന്നു പോകും. നമ്മൾ ചില സമയത്ത് ചിലപ്പോൾ ആ വാക്കുകൾ, ഈ കഠിനമുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ള വരുമ്പൊക്കെ നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ സാധാരണഗതിയിൽ നമുക്ക് ലളിതമായ വാക്കുകൾ പറയുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു ഓക്കെ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാം? അച്ഛനെ ഈ ശരീരത്തെ ശാന്തമാക്കുക എന്ന് പറഞ്ഞില്ലേ, അത് ഈ 4-4-6 എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണോ? അത് ഒന്നാണ്, പല മെത്തേഡിൽ ഒന്നാണ്. അപ്പൊ നമുക്ക് ഈ ശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ബോഡിയിൽ ശ്വാസം എടുക്കുന്നതനുസരിച്ചാണ്. അപ്പൊ ഈ യോഗിമാരൊക്കെ ചെയ്യുന്നത് ശ്വാസം അവരിങ്ങനെ ക്രമീകരിച്ചുകൊണ്ടാണല്ലോ. നമ്മുടെ എനർജി അടങ്ങിയിരിക്കുന്നത് ശ്വാസത്തിലാണ്. അപ്പൊ ഈ ശ്വാസം നമുക്ക് എന്തുമാത്രം നമ്മുടെ കൺട്രോളിൽ നിൽക്കുമോ അതനുസരിച്ചാണ് നമുക്ക് ബോഡിയെ നമുക്ക് ക്രമപ്പെടുത്താൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ശ്വാസം നമ്മൾ എടുത്ത് അത് സാവധാനം നിർത്തി ആ ശ്വാസത്തെ വിടുമ്പോഴുണ്ടാകുന്ന ഒരു ബാലൻസിങ് ആണ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ സ്വച്ഛമായിട്ട് നിലനിർത്തുന്ന ഒരു ഘടകമായിട്ടുള്ളത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ പല ശരീരത്തെ ശാന്തമാക്കുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പറ്റുന്ന മാർഗങ്ങളിൽ ഒരു മാർഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അല്പം ടെൻഷൻ പോലെ തോന്നുകയാണെങ്കിൽ തന്നെ ഉടനെ തന്നെ ദീർഘശ്വാസം ഒന്ന് എടുത്തുകൊണ്ട് അല്പസമയം ശ്വാസം എടുത്ത് ശാന്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ശ്വാസം പയ്യെ വിട്ടു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പ്രസംഗിച്ചാൽ നമുക്ക് വീണ്ടും അത് ശക്തി കിട്ടും. അപ്പൊ ഇത് ശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്വാസത്തെ ക്രമപ്പെടുത്തുക, ശ്വാസത്തെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. അപ്പൊ ശ്വാസത്തെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല ബാലൻസിങ് ബോഡിക്ക് ഉണ്ടാകും. അങ്ങനെ നല്ല ബാലൻസിങ് ബോഡിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓഡിയൻസിനെ അഭിമുഖീകരിക്കാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു അച്ഛാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാമായിരിക്കും. സിരാജ്കുട്ടി. എംസിയുടെ പെർമിഷനോട് ഒരു അനൗൺസ്മെന്റ് ഞാൻ ചെയ്തോട്ടെ. എൻ്റെ പേര് ജെയ്സൺ. ഒരു അച്ഛൻ
പ്രിയപ്പെട്ട ഗ്രിഗറി അച്ഛ, ചീഫ് ആനിമേറ്റേഴ്സ്, കോർഡിനേറ്റേഴ്സ് ആൻഡ് പഠിതാക്കളെ എല്ലാവർക്കും വെരി ഗുഡ് ഈവനിങ്. നമ്മളുടെ പഠന പരിശീലന കളരി വളരെ ഭംഗിയായിട്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 200ഓളം പേര് അസൈൻമെന്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഗ്രൂപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ 19 ഗ്രൂപ്പിൽ നിന്നായി 100ഓളം പേര് 4 അസൈൻമെന്റും കംപ്ലീറ്റ് ചെയ്ത് വളരെ വിജയകരമായി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേകം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രൂപ്പ് 13 പേര് വന്നിട്ട് അവരുടെ 4 അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഗ്രൂപ്പ് 12 10 പേര് അവരുടെ 4 അസൈൻമെന്റുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് 7 11 പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് 2 9 പേരും, ഗ്രൂപ്പ് 3 8 പേരും കംപ്ലീറ്റ് ചെയ്തിട്ട് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റുള്ള ഗ്രൂപ്പുകളിൽ വന്നിട്ട് ചെറിയ രീതിയിലുള്ള ഒരു കൂട്ടായ്മ ആവശ്യമുണ്ട്. നമ്മളുടെ റോമൻ കത്തോലിക്ക സമൂഹത്തിന്റെ മുന്നേറ്റം ഉണ്ടാവുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ചെറിയ ചെറിയ അസൈൻമെന്റുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സെൽഫ് എംപവർമെന്റിൽ നിന്നാണ് നമുക്ക് മുന്നിലേക്ക് ഉയരാൻ സാധിക്കുക. നമ്മുടെ സമൂഹം പിന്നിലേക്ക് നോക്കാതെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ ഈ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ ഗ്രിഗറി അച്ഛനും ഞാനും രാവിലെ സംസാരിച്ചപ്പോൾ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ വെക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് കമ്മിങ് നെക്സ്റ്റ് വെനസ്ഡേക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ 4 അസൈൻമെന്റും കംപ്ലീറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾക്ക് സ്പെഷ്യൽ റെക്കഗ്നിഷനും ഗിഫ്റ്റും പിതാവിന്റെ ഭാഗത്തുനിന്ന് നമ്മളുടെ വാലിഡേറ്ററി ഫംഗ്ഷന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പുകൾ എല്ലാവരും ഒന്ന് സജീവമാകണം. ചീഫ് ആനിമേറ്റേഴ്സും കോർഡിനേറ്റേഴ്സും നിങ്ങൾ ഓരോ പഠിതാക്കളും അതിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഗ്രൂപ്പുകൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊന്ന് പ്രത്യേകം മനസ്സിൽ കണ്ടുകൊണ്ട് മാക്സിമം ആളുകൾ ഈ 4 അസൈൻമെന്റുകൾ കമ്മിങ് വെനസ്ഡേക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. താങ്ക് യു. സംശയങ്ങൾ കഴിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സഭാകമ്പവുമില്ലാതെ പറഞ്ഞുകൊള്ളട്ടെ. ബലഹീനതയിലാണ് എൻ്റെ ബലം. ഞാൻ ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. ആ വാക്കുകൾ ഞങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിൽ ഉറച്ചു കഴിഞ്ഞു. അച്ഛന് വളരെയധികം നന്ദി. നന്ദിയുടെ നിറപുഞ്ചിരി മാത്രം. നമുക്കിപ്പോൾ കിട്ടിയ അറിവുകളുടെ ക്രോഡീകരണത്തിനായി വിജയപുരം രൂപതയിലെ സൺഡേ സ്കൂൾ അധ്യാപകനും റിട്ടയർഡ് ഹെഡ്മാസ്റ്ററുമായ ശ്രീ സിബിച്ചൻ PVയെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, എല്ലാവർക്കും നമസ്കാരം. ഏതാണ്ട് 3/4 മണിക്കൂർ നമ്മൾ അടിമകളായി കഴിയുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛന്റെ അടിമകൾ. അതായത് ഏറ്റവും ചടുലവും അനർഗളവുമായ ആ വാഗ്ധോരണിയിൽ നമ്മൾ എല്ലാവരും സ്വയം അടിമകളായി പോവുകയായിരുന്നു. ഒരു നല്ല പ്രസംഗകനും ഇതുപോലെ തന്നെയാണ്. ശ്രോതാക്കളെ അനങ്ങാതെ, തിരിയാതെ, മറിയാതെ തൻ്റെ അടിമകളാക്കി പ്രസംഗ സമയം നിലനിർത്തുക എന്നുള്ളതാണ് ഒരു പ്രസംഗന്റെ വിജയം. അപ്പോൾ അക്കാര്യത്തിൽ നമുക്ക് നല്ല ഒരു മാതൃകയായിട്ട് ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായി എനിക്ക് തോന്നുന്നു ഇപ്പോഴും അച്ഛൻ വിദേശത്താണ് എങ്കിലും വളരെ ഉത്തരവാദിത്വത്തോടെ, ആത്മാർത്ഥതയോടെ ഈ കൃത്യം
അച്ഛൻ നിർവഹിച്ചു എന്ന് പറയുന്നത് മറ്റെല്ലാത്തിനേക്കാളും വലുതാണ്. നമ്മുടെ റോമൻ കത്തോലിക്ക സമൂഹം അവരെ ഉയർത്തുക, അവരെ ഉണർത്തുക എന്നുള്ളത് ഒരു ഏറ്റവും വലിയ കർത്തവ്യമായിട്ട് അച്ഛൻ കരുതുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രസംഗത്തെ സംബന്ധിച്ച് കേൾവിക്കാരിൽ ചിന്തോദ്ദീപകമായ മാറ്റങ്ങൾ വരുത്താനും അവരെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനും ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് അവരുടെ മുന്നിൽ വ്യക്തമായും സ്വാധീന ശക്തിയോടെയും അവതരിപ്പിക്കുന്ന കലയാണ് പ്രസംഗം എന്ന് നമുക്ക് പറയാം. വാക്ചാതുര്യം, വിഷയത്തിലുള്ള അറിവ്, ശരിയായ അവതരണ ശൈലി എന്നിവയിലൂടെ കേൾവിക്കാരെ സ്വാധീനിക്കുന്ന ഈ കല സാമൂഹിക മാറ്റത്തിന് വഴിതെളിക്കുന്നു. അങ്ങനെ മാറ്റത്തിന് വഴിതെളിച്ചവരാണ് സ്വാമി വിവേകാനന്ദനും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും വിൻസ്റ്റൺ ചർച്ചിലും അബ്രഹാം ലിങ്കനും സി അച്യുതമേനോനും സൂമർ അഴീക്കോടുമൊക്കെ. അഴീക്കോടിന്റെ ഒരു പ്രസംഗം ഞാൻ നേരിട്ട് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഓർമ്മിക്കുക. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ഇന്ത്യയിലെമ്പാടും സഞ്ചരിച്ചിട്ടില്ല, പക്ഷേ ഈ ഇന്ത്യയുടെ നിലീന സൗന്ദര്യം മുഴുവൻ ഞാൻ ആസ്വദിക്കുന്നത് വന്ദേമാതരം എന്ന ഗാനത്തിലൂടെയാണെന്നാണ്. പണ്ടെങ്ങോ കേട്ട ഈ വാക്കുകൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ അവതരണ ശൈലിയുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ്. നമ്മുടെ വിഷയം പ്രസംഗത്തിൽ ഭയം, സഭാകമ്പമില്ലാതെ പ്രസംഗിക്കാനുള്ള വഴികളെ പറ്റിയാണ് ഇന്ന് അച്ഛൻ ക്ലാസ് എടുത്തത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം, ഞങ്ങളുടെ നാട്ടിലെ ഒരു ഡിഗ്രി പാസ്സായ ചെറുപ്പക്കാരൻ ചെറിയൊരു സദസ്സിന് മുന്നിൽ പ്രസംഗിക്കാനായിട്ട് കയറി നിന്നു. 1-2 വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു, ശബ്ദം നിലച്ചു, ഇറങ്ങി ഒറ്റ ഓട്ടമായിരുന്നു. സഭാകമ്പത്തിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണിത്. ഇത് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ആർജിക്കേണ്ടത്. അപ്പൊ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ ഒരു സമ്മതിയിലേക്ക് കടക്കാതെ നിവൃത്തിയില്ല. അച്ഛൻ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു, അതിനുശേഷം അത് റിപ്പീറ്റ് ചെയ്തു. എങ്കിൽ പോലും ഒരു സമ്മറിയായിട്ട് അവതരിപ്പിക്കാതെ എനിക്ക് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അപ്പൊ ചങ്കിടിപ്പ്, വിറയൽ, തൊണ്ടയിൽ ഇടർച്ച, അപ്പൊ ഇതൊക്കെ ആദ്യമായിട്ട് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗത്തിൽ പരിചയക്കുറവുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്. ഒരിക്കലും ഫ്ലൈറ്റ് എന്നുള്ള ഒരു കാര്യത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിർബന്ധിതരായി തീർന്നിരിക്കുന്നവരാണ്. അതുപോലെ ഭയം നമ്മുടെ ചിന്തയെ തടസ്സപ്പെടുത്തുന്നു. പലപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്, അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായി പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടായി അല്ല, പിന്നെയോ നമ്മുടെ ഉള്ളിലേക്ക് ഭയം കയറുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യം പോലും നമുക്ക് പറയാൻ സാധിക്കാതെ നമുക്ക് ആ പ്രസംഗത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുന്ന ഒരു ദയനീയമായ അവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ടാകാറുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാണ് വേദിയിൽ കയറുന്നത്. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പലതും നമ്മൾ മറന്നു പോകുന്നു. അങ്ങനെ പറയാതെ നമ്മൾ ചിലതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. അപ്പോൾ ഭയം നമ്മുടെ ചിന്തയെ തടസ്സപ്പെടുത്തും. പക്വതയാർന്ന വ്യക്തിത്വം രൂപപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുവരണം. അങ്ങനെ മാത്രമേ നമുക്ക് ഭയത്തെ കീഴ്പ്പെടുത്താൻ ആവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം ദൈവാശ്രയമാണ്. ബലഹീനതയാണ് എൻ്റെ ബലം എന്നുള്ള പൗലോസ്ലീഹയുടെ വാക്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വിശുദ്ധ അന്തോനീസ് പട്ടം കൊടുക്കലിന് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ചുമലിൽ യാദൃച്ഛികമായി പ്രസംഗം വന്നു വീഴുകയാണ്. നമ്മൾ പഠിച്ചിറങ്ങിപ്പോയി പ്രസംഗിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് പ്രസംഗിക്കേണ്ടി വരുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. പക്ഷെ വളരെ വിദഗ്ധമായി വിശുദ്ധ അന്തോനീസ് അത് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന് ആ പ്രസംഗത്തിന്റെ ശക്തിയോ ചാതുര്യമോ ഒക്കെ കൊണ്ടായി ആകാം കടലിലെ മീനുകൾ അദ്ദേഹം കടപ്പുറത്ത് പോയി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് നിന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മോശയെ പറ്റി പറഞ്ഞു, മോശ വീക്കനായിരുന്നു എങ്കിൽ പോലും
ദൈവം അദ്ദേഹത്തെ ഒരു വലിയ ദൗത്യം അദ്ദേഹത്തിന് നൽകിയപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ജനതയെ വിജയകരമായിട്ട് നയിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഗ്രീസിലെ ഏതൻസിലെ ഡയോജനീസ്, അദ്ദേഹം വിക്കനായിരുന്നു. അദ്ദേഹം വളരെ വലിയ പരിശീലനം നേടി അദ്ദേഹം സ്വയം വിദഗ്ധനായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ദൈവാശ്രയത്തോടെ നമ്മൾ പ്രസംഗത്തെ സമീപിച്ചാൽ നമ്മുടെ ഭയം അകറ്റാൻ സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലും ഒന്നാമത്തെ ഉദാഹരണമുണ്ട്. 1957 ലോകത്തിലാദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരം നേടിയ EMS സർക്കാർ. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുള്ളവർക്കറിയാം, അദ്ദേഹം വളരെ വലിയ വിക്കുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ലോകത്തിലാദ്യമായിട്ട് അദ്ദേഹത്തിന് ഒരു ജനതയെ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട്, അധികാരത്തിൽ എത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ശരീരത്തെ പാകപ്പെടുത്തുക, ശരീരത്തെ ശാന്തമായി നിലനിർത്തുക, അത് ശ്വാസോച്ഛ്വാസത്തിന്റെ ക്രമീകരണമൊക്കെ കൃത്യമായി നടത്തുന്നത് അതിന് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ശരീരം ക്രമപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്ക് ശാന്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഭയമുണ്ടാകുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നിലേക്കാകുമ്പോഴാണ്. ഞാൻ എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എനിക്ക് ഭയം വർദ്ധിക്കുന്നു. ജനങ്ങളെ ശ്രദ്ധിക്കുക, ഞാൻ നല്ല പ്രധാനം, എന്റെ ആശയമാണ് പ്രധാനം എന്ന് കരുതുക. നിരന്തരമായ പരിശീലനം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കണ്ണാടിയുടെ മുന്നിൽ വീഡിയോ, ഓഡിയോ, അപ്പൊ അങ്ങനെയൊക്കെ പരിശീലിച്ച്, അതുപോലെ ചെറിയ ഗ്രൂപ്പുകൾക്ക് മുന്നിൽ പരിശീലിച്ചാൽ നമുക്ക് ഈ കാര്യത്തിൽ മുന്നേറാൻ സാധിക്കും. പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്ന് പറയുകയുണ്ടായി. അതുപോലെ പൂർണ്ണത ഒരിക്കലും സാധ്യമല്ല. എത്ര വിദഗ്ധനായാലും പ്രസംഗിക്കുമ്പോൾ കുറവുകൾ കാണും. ആശയപ്പൊരുത്തമില്ലായ്മ, വാക്കുകളിൽ തെറ്റ്, ശബ്ദ ക്രമീകരണത്തിൽ വ്യത്യാസം. അതുകൊണ്ട് കുറവ് മാനുഷികമാണെന്ന് കരുതി മുന്നോട്ട് പോവുക. പ്രേക്ഷകരെ സ്നേഹത്തോടും ദൃഢനിശ്ചയത്തോടും നോക്കി സംസാരിക്കുക. എനിക്കെന്തോ യോഗ്യതയുള്ളതുകൊണ്ടാണ് ഇവർ എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകണം. നമ്മൾ പ്രേക്ഷകരെ സ്നേഹിക്കുക, അപ്പോൾ അവരും തിരികെ നമ്മളെ സ്നേഹിക്കും. നമ്മുടെ കുറവുകൾ കണക്കിലെടുക്കാതെ നമുക്ക് വേണ്ട പ്രോത്സാഹനം തീർച്ചയായിട്ടും അവരിൽ നിന്നുണ്ടാകും എന്ന് കരുതണം. നേരത്തെ നമ്മൾ പ്രസംഗ സ്ഥലത്ത് എത്താനായിട്ട് ശ്രമിക്കുക. വേദി അപരിചിതമായതിനാൽ അതുമായിട്ടൊന്ന് പരിചയപ്പെടുന്നതിന്, അതിനൊന്ന് മെരുക്കിയെടുക്കുന്നതിന് നമ്മൾ നേരത്തെ എത്തണം. പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഭയം വർദ്ധിക്കുകയും പലപ്പോഴും നമ്മൾ പരാജയത്തിൽ ചെന്ന് വീഴുകയും ചെയ്യും. അതുകൊണ്ട് ഒരു വിജയിയെ പോലെ നമ്മൾ പെരുമാറാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭാഷയുടെ പ്രയോഗത്തിൽ ലളിതമായ ഭാഷ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് ആപത്താകും. തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ മനഃപ്പാഠം പഠിക്കുക. പ്രസംഗങ്ങൾ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ തെറ്റുകൂടാതെ നമുക്ക് പ്രസംഗിച്ച് മുന്നേറാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് മനഃപ്പാഠമല്ലാതെ നേരിട്ട് സംസാരിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഉത്കണ്ഠ അകറ്റുക എന്നുള്ളതാണ്. അതിന് നമുക്ക് 4-5 കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് സദസ്സിൽ അവിടെ മേശയുണ്ട്, അവിടെ ബോക്സ് ഉണ്ട്, അല്ലെ മറ്റുള്ള സാധനങ്ങളുണ്ട് എന്നൊക്കെയുള്ള ഒരു ചിന്ത നമുക്ക് നമ്മുടെ മനസ്സിൽ ഉത്കണ്ഠ മാറി ഒരു സ്ഥിരത ഉണ്ടാകുവാനായിട്ട് ഇടയാകും എന്ന് പറയുകയുണ്ടായി. അതുപോലെ നമുക്ക് അവിടെ ചെന്ന് നമുക്ക് ആദ്യ വീക്ഷണത്തിലൊക്കെ അനുഭവപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് അവരോട് പറയുക. പ്രസംഗത്തിൽ പറയുന്നത് നല്ല ഒരു കാര്യമാണ്. പ്രസംഗ പീഠത്തിൽ താങ്ങി നിൽക്കാതെ നേരെ നിവർന്നു നിൽക്കുക. അത് സ്വാഭാവികമായ ഒരു പ്രസംഗത്തിന് ഇടയാക്കും എന്നുള്ളതാണ്. അതുപോലെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, അതെനിക്ക് വളരെ വലിയ കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരുങ്ങിയാണ് വന്നിരിക്കുക എന്നുള്ള ഒരു ബോധം എനിക്കുണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ അവർ കേൾക്കാൻ വന്നിരിക്കുന്നു, എന്നെ വിധിക്കാനല്ല എന്ന ബോധം. തെറ്റുകൾ വന്നാലും യാതൊരു കുഴപ്പവുമില്ല എന്ന ചിന്ത അത് എനിക്കുണ്ടാകണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ പ്രസംഗം ഒരു കീഴടക്കലായി മാറുന്നു. നാം അവരെ കീഴടക്കുന്ന ഒരു അവസ്ഥയിലെത്തുന്നു. ഒരിക്കലും ഓടിയൊളിക്കൽ അല്ലാതായിത്തീരുന്നു. ഈ ഏതാണ്ട് 3/4 മണിക്കൂറിനകം വളരെ ഏറെ കാര്യങ്ങൾ അച്ഛൻ വിശദീകരിക്കുകയുണ്ടായി.
അച്ഛന് പ്രത്യേകമായി ഇവിടെയുള്ള ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. കമ്മീഷൻ രണ്ട് നേതാക്കന്മാരാണ്. ഒന്നാം ഘട്ടത്തിൽ ജെയ്സൺ നാദപ്പള്ളി സാർ വളരെ വിദഗ്ധമായ രീതിയിൽ നമ്മളെ മുന്നോട്ട് നയിച്ചു. സാറിന് പ്രത്യേകം നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അതുപോലെ ഇപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജൂലിയസ് സാറിനും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഒട്ടും ചോർന്നു പോകാതെയുള്ള അച്ഛന്റെ വാക്കുകളുടെ ക്രോഡീകരണം നൽകിയ ശ്രീ സിബിച്ചന് നന്ദി. അടുത്തതായി പ്രസംഗ പരിശീലന പാതയിലൂടെ നമ്മൾ വളർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും, ആ പാത പിന്തുടരുന്ന ഏവർക്കും നന്ദി അർപ്പിക്കുന്നതിനായി കോഴിക്കോട് അതിരൂപതയിലെ ശ്രീമതി മേരി ജോസ്നയെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഹലോ മേരി ജോസ്ന. മേരി അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. മേരി അൺമ്യൂട്ട് ചെയ്യൂ. വന്നിട്ടില്ല, കേട്ടില്ല. മേരി ജോസ്ന വേദിയിലും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലത്തീൻ സമുദായത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ KRLC-BC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ സാരഥികളായ ബഹുമാനപ്പെട്ട ആന്റണി കാട്ടിൽപ്പറമ്പ് പിതാവിനും അഭിലാഷ് അച്ഛനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. സഭാകമ്പമില്ലാതെ പ്രസംഗിക്കാനുള്ള വഴികളെക്കുറിച്ച് വിശദമായി ക്ലാസ് എടുത്ത ഞങ്ങളുടെ പ്രിയങ്കരനായ RB അച്ഛന് ഞങ്ങളുടെ ഒത്തിരി നന്ദി. വിശുദ്ധ അന്തോണീസിനെ പോലെ ഞങ്ങളെല്ലാവരും നല്ല പ്രസംഗകരാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്ന നമ്മുടെ ചീഫ് കോർഡിനേറ്റർമാരെയും 10 കോർഡിനേറ്റേഴ്സിനെയും ആനിമേറ്റേഴ്സിനെയും ഇന്ന് നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ആർട്ട് ഓഫ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാമിന്റെ ബാച്ച് 2 സെഷൻ 5-ൽ MC ആയ ശ്രീമതി രാജിക്കുട്ടി, ഓപ്പണിംഗ് പ്രെയർ ചൊല്ലിയ ശ്രീമതി ശ്രീലേഖ, വെൽക്കം സ്പീച്ച് പറഞ്ഞ ശ്രീമതി ടോബി ഫെർണാണ്ടസ്, കൺക്ലൂഡിംഗ് സ്പീച്ച് പറഞ്ഞ ശ്രീ സിബിച്ചൻ PV, ക്ലോസിംഗ് പ്രെയർ ചൊല്ലാൻ പോകുന്ന ശ്രീമതി മറിയാമ്മ എന്നിവർക്ക് പ്രത്യേകം നന്ദി. ഇന്നത്തെ സെഷൻ കോർഡിനേറ്റ് ചെയ്ത 9ാമത്തെ ഗ്രൂപ്പിനും 10ാമത്തെ ഗ്രൂപ്പിനും വളരെ നന്ദി പറയുന്നു. നമസ്കാരം. ഞാൻ വന്നിട്ട് അടുത്ത പ്രസംഗ വിഷയം എന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ അടുത്ത ഈ ആഴ്ചത്തെ പ്രസംഗത്തിനുള്ള വിഷയമായിട്ട് പറയാൻ വന്ന 2 വിഷയങ്ങളാണ്. ഒന്നാമത്തത് മതബോധന വാർഷികം നടക്കുന്നു വിചാരിക്കുക. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ ഇടപാടിലും മതബോധന വാർഷികത്തിന്റെ സമയമാണല്ലോ. അപ്പൊ ആ മതബോധന വാർഷികത്തിൽ നിങ്ങൾ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മതബോധന സമ്മേളനത്തിൽ, വാർഷിക സമ്മേളനത്തിൽ എങ്ങനെയാണ് അധ്യക്ഷ പ്രസംഗം നടത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യത്തത് മതബോധന വാർഷിക യോഗത്തിലെ അധ്യക്ഷ പ്രസംഗം. അപ്പൊ നിങ്ങൾ അധ്യക്ഷനാണെന്ന് കരുതിക്കൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ വേണ്ട കാര്യങ്ങൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടായി, അതിനെ ഒന്ന് പഠിച്ചിട്ടൊന്ന് പറയുക. അപ്പൊ അധ്യക്ഷ പ്രസംഗം എങ്ങനെ ആയിരിക്കണം? മതബോധന വേദി. അത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഒരു വിഷയം നൽകുന്നത് സെക്യുലർ ആയിട്ടുള്ള വിഷയമാണത്. ഈ നമ്മുടെ എല്ലാം നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് MLA-മാരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പൊ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ആദരിക്കാൻ വേണ്ടി ഒരു യോഗം നിങ്ങളുടെ ഇടയിൽ നടത്തുമെന്ന് വിചാരിക്കുക. ആ വ്യക്തിക്ക് ഒരു ആശംസ പറഞ്ഞുകൊണ്ട് സംസാരിക്കും. അപ്പൊ പുതിയ MLA-ക്ക് നൽകുന്ന അനുമോദന സമ്മേളനത്തിൽ ആശംസാ പ്രസംഗം. ഇത് രണ്ടുമാണ്. അപ്പൊ ആദ്യതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ 2ാമത്തെ വിഷയം എടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ജെയ്സൺ പറഞ്ഞ ഓർക്കുക, ഏറ്റവും നല്ല രീതിയിൽ എല്ലാം പൂർത്തീകരിക്കപ്പെട്ട 3 ഗ്രൂപ്പുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് ജൂൺ മാസം 13 നടക്കുന്ന യോഗത്തിൽ സമ്മാനം പ്രത്യേകമായി നടക്കുന്നതാണ്. അപ്പൊ ഇത് ആദ്യത്തെ ബ്ലോക്കാണ്. 2ാമത്തെ ഘട്ടം ഇനി നമ്മൾ അടുത്ത ആഴ്ച മുതലുള്ള പ്രസംഗമാണ്. അപ്പൊ ഇനി 3 പ്രസംഗം കൂടെ ക്ലാസ്സുകളേ ഉള്ളൂ.
അപ്പൊ അതിൽ 2 പ്രസംഗം കൂടെയാണുള്ളത്. അവസാനത്തെ പ്രസംഗം ഞാൻ മത്സരത്തിന്റെ വിഷയം നൽകി കഴിഞ്ഞു. മത്സരത്തിന്റെ കാര്യം ഒരുങ്ങുക. ഓർമ്മയുണ്ടല്ലോ, പരിശുദ്ധ പിതാവായ നമ്മുടെ ലിയോ 14 മാർപ്പാപ്പ സമാധാന ദൂതൻ എന്നുള്ളതാണ് വിഷയം, നമ്മുടെ മത്സരത്തിന്റെ വിഷയം. ആ മത്സരത്തിന് ഒരുങ്ങുക. അതില് വിജയികളാകുന്നവർക്ക് പ്രത്യേക സമ്മാനം ഉണ്ടാകും. നമ്മുടെ സമാപന സമ്മേളനം ജൂൺ മാസം 13-നാണ് എറണാകുളത്ത് നടക്കുന്നത്. അപ്പൊ അതിന് ഒരുങ്ങുക. എല്ലാവരും നേരത്തേക്ക് ആ ദിവസം ഫ്രീ ആക്കുക. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ പ്രസംഗ പരിശീലനം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം ഒന്നുകൂടി ആഗ്രഹിക്കുന്നു. ഒന്നുകൂടി എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും നിരന്തര സഹകരണം ഉണ്ടാകണം. നമ്മൾ തുടങ്ങിയ എല്ലാവരും തന്നെ ഇതിൽ പൂർത്തീകരിക്കത്തക്ക രീതിയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാവരോടൊപ്പം പ്രയത്നിപ്പിക്കുകയും സഹകരിപ്പിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി അച്ഛ. ഏത് പ്രോഗ്രാം ആയാലും പര്യവസാനിക്കുമ്പോൾ ദൈവഹിതം അനുസരിച്ചുള്ള സമാപന പ്രാർത്ഥന അത്യാവശ്യമാണ്. അതിനായി ശ്രീമതി മറിയാമ്മയെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. ശ്രീമതി മറിയാമ്മ. മറിയമ്മ അൺമ്യൂട്ട് ചെയ്യൂ. മറിയമ്മ മാഡം അൺമ്യൂട്ട് ചെയ്യൂ. ലൗദേത്തൂർ യേശുസ് ക്രിസ്തുസ്. പെർസംബർ ലൗദേത്തൂർ. നമുക്കൊരു ചെറിയ കുരിശടയാളത്തോടുകൂടി ഈ പ്രാർത്ഥന ആരംഭിക്കാം. ഇൻ നോമിനെ പാത്രിസ് എറ്റ് ഫിലീ എറ്റ് സ്പിരിത്തുസ് സാങ്ക്തി. ആമീൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. നന്നായി പ്രസംഗിക്കാൻ അറിയുക എല്ലാവർക്കും ഒരു ഹരമാണ്. അതിനായി KRLCBC നല്ലൊരു അവസരമാണ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ പ്രസംഗ പരിശീലന പരിപാടിയിൽ സേവന സന്നദ്ധരായി ഒത്തിരിയേറെ വ്യക്തിത്വങ്ങൾ താല്പര്യപൂർവ്വം തന്റെ സമയവും കഴിവുകളും ഉപയോഗപ്പെടുത്തുന്നു. കൂടാതെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് ഞങ്ങളെ നല്ല പ്രാസംഗികരാക്കുവാൻ ഒരുക്കുന്ന ഗ്രിഗറി അച്ഛനെയും അച്ഛന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ഞങ്ങൾ ഓർക്കുകയും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കുവാനും പഠിപ്പിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറയുന്നതിനും വേണ്ടി സർവശക്തൻ കനിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Gloria Patri, et Filio, et Spiritus Sancto, sicut erat in principio et nunc et semper et in saecula saeculorum. Amen. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഊർജസ്വലതയോടെ പ്രവർത്തിക്കാൻ ദൈവം ശക്തി പകരട്ടെ എന്ന പ്രാർത്ഥനയോടെയും അച്ഛന്റെ ആശീർവാദത്തിനുമായി നമുക്ക് ശിരസ് നമിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തർ നിത്യമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്വീകരിക്കട്ടെ. Thank you, Father. Thank you. Thank you. Thank you, Father. Thank you.